മഹാവിഷ്ണുവിൻ്റെ അഷ്ടാക്ഷരി മന്ത്രമാണ് ഓം നമോ നാരായണായ എന്ന്. ഈ ഒരു മന്ത്രം, നാരായണ എന്ന മന്ത്രം, ഏതൊരു വ്യക്തിയിലും ആത്മവിശ്വാസത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അത്തരം ചരിത്രങ്ങൾ ആധികാരികമായി വെളിവാക്കുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. രണ്ടാമത്തെ ദിവസമായിരുന്ന ഈ യജ്ഞത്തിൽ പ്രഹ്ലാദ ചരിതമാണ് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. നമ്മൾ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി, ശ്രീമദ് ഭാഗവതത്തിൽ നിരവധി കഥാപാത്രങ്ങൾ ഉള്ളതിൽ മാതൃകയാക്കാൻ കഴിയുന്നതാണെല്ലാമെങ്കിലും ചില ബാലകഥാപാത്രങ്ങൾ വളരെ ശ്രദ്ധേയമായ ചലനങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുവാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരാളാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ശമീക മഹർഷിയുടെ മകനായ ശൃംഗി. മകന്റെ ഉത്തരവാദിത്വം അച്ഛൻ മകനെ പ്രതി ബോധ്യപ്പെടുത്തുന്ന ആ ചരിത്രം നമ്മൾ കേട്ടു. മറ്റൊരു കുട്ടിയാണ് അച്ഛന്റെ മടിയിലിരിക്കുവാൻ ആഗ്രഹിച്ചിട്ടും രണ്ടാനമ്മയുടെ ഭർസനം അല്ലെങ്കിൽ അച്ഛന്റെ നിസ്സഹായാവസ്ഥ, അമ്മയുടെ നിസ്സഹായാവസ്ഥ ഒക്കെ അനുഭവിച്ചുകൊണ്ട് ഒടുവിൽ ഭഗവാനെ തപസ് ചെയ്ത് അനുഗ്രഹം വാങ്ങിയാൽ എല്ലാം ഉണ്ടാകുമെന്ന അമ്മയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് കേവലം 5 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു ബാലൻ ധ്രുവകുമാരൻ തപസ്സിന് പോയതും നാരദ മഹർഷിയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ആ മന്ത്രം, ആ നിഷ്കളങ്ക ബാല്യം നിരന്തരം ജപിച്ച് ഒടുവിൽ ഭഗവത് ദർശനം നേടുകയും പിന്നീട് ഭഗവാന്റെ അനുഗ്രഹ നിമിത്തം പ്രപഞ്ചമുള്ള കാലത്തോളം നിലനിൽക്കുവാൻ തക്ക പാകത്തിലുള്ള അനുഗ്രഹം നേടിയതും ഇന്നും ധ്രുവ നക്ഷത്രം എന്ന ഭാവത്തിൽ എക്കാലത്തും ധ്രുവകുമാരന്റെ ആ ഉജ്ജ്വലമായ തപസ്സും തുടർന്നുള്ള പ്രവർത്തനങ്ങളും ഒക്കെ വ്യക്തമാക്കുന്ന ധ്രുവകുമാരനാണ് രണ്ടാമത്തെ കുട്ടിയെങ്കിൽ ഒരുപക്ഷെ ബാല്യത്തിൽ തന്നെ ഭഗവാന്റെ ദർശനം ലഭിക്കുവാൻ ഭാഗ്യം കിട്ടിയതിന്റെ പിന്നിൽ ആ കുട്ടി സഹിച്ച ത്യാഗം, മനോവിഷമം, ഇത് ഇന്നത്തെ കുട്ടികൾക്ക് നമ്മളൊന്ന് പകർന്നു കൊടുക്കാൻ ശ്രമിച്ചാൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി പല ത്യാഗങ്ങളും സഹിക്കേണ്ടി വരും. അങ്ങനെ ത്യാഗം സഹിച്ചാൽ മാത്രമേ യോഗം ഉണ്ടാവുകയുള്ളൂ. മറിച്ച് അമിതമായ ലാളനയേറ്റ് ആ ലാളനയുടെ ബലത്തിൽ സഹിഷ്ണുതയും സഹിക്കാനുള്ള കഴിവും ഒക്കെ നഷ്ടമായി, പ്രത്യാശ പോലും നഷ്ടപ്പെട്ട് ഒരു ചെറിയ പ്രതിസന്ധിക്ക് മുൻപിൽ പോലും പതറി പോകുന്ന ഇന്നത്തെ ബാല്യത്തിനും കൗമാരത്തിനും ധ്രുവനെ പോലുള്ള കുമാരന്മാരുടെ കഥകൾ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊണ്ടുവന്നാൽ നല്ല ഒരു തലമുറയെ തന്നെ നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെയാണ് അചഞ്ചലമായ വിശ്വാസത്തിന്റെ അത്യുജ്വലമായ പ്രകടനം കാഴ്ചവെച്ച പ്രഹ്ലാദൻ എന്ന ആ ഒരു ബാലൻ. വളരെ ശ്രേഷ്ഠമായ കഥാപാത്രങ്ങളായി ഇവരൊക്കെ മാറുവാൻ കാരണം വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സഹിച്ച ത്യാഗ മനോഭാവമാണ്. വിശ്വാസം എന്നത്
ഉജ്ജ്വലമായ പദ്ധതിയാണ് എന്ന് പ്രഹ്ലാദൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായാലും, ഏതൊക്കെ തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായാലും അവയെ ഒക്കെ ഭഗവത് സമർപ്പണമായി സങ്കല്പിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ നേട്ടത്തിനു വേണ്ടി ജീവിക്കുവാനും ആ ഭഗവത് പ്രസാദം ഏതു സമയത്തും ലഭിക്കുമെന്നും നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് പ്രഹ്ലാദനെ പോലുള്ള ബാല്യം. ഇവിടെ നമ്മൾ പ്രഹ്ലാദകുമാരന്റെ കഥ കേൾക്കുമ്പോൾ ഒരു അസുരന്റെ പുത്രനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. സ്വാഭാവികമായിട്ടും അസുരപുത്രനായി ജനിച്ചാൽ അസുര സ്വഭാവമാണല്ലോ ഉണ്ടാകേണ്ടത്. പക്ഷേ ഭഗവാൻ തിരഞ്ഞെടുത്ത വ്യക്തികൾ അത് ഏത് കുലത്തിൽ ജനിച്ചുവെന്നോ ഏത് മാതാപിതാക്കളുടെ മകനായി ജനിച്ചുവെന്നോ അല്ല ശ്രദ്ധിക്കുന്നത്. അയാൾ ആത്മജ്ഞാനം നേടാൻ പര്യാപ്തനാണോ, ആ ആത്മജ്ഞാനം നേടി ആ ആത്മജ്ഞാനത്തിൽ കൂടി തന്നെ ലോകോപകാരാർത്ഥമായ കർമ്മങ്ങൾ ചെയ്യുവാൻ ഇവൻ കഴിവുള്ളവനാണോ. ഭഗവാൻ അത് മാത്രമേ നോട്ടുള്ളൂ. അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മഹത് വ്യക്തിത്വമാണ് അസുരപുത്രനായ ഹിരണ്യകശിപുവിന്റെ പുത്രനായ പ്രഹ്ലാദൻ. അദ്ദേഹത്തിന്റെ ദീർഘമായ ചരിത്രത്തിലേക്ക് പോകുവാനുള്ള നേരമില്ലാത്തത് കൊണ്ട് ആ പ്രഹ്ലാദകുമാരൻ തന്റെ സഹപാഠികളായിരുന്ന, കൂട്ടുകാരായിരുന്ന, തന്റെ വിദ്യാലയത്തിൽ ഒരുമിച്ച് പഠിച്ച സഹപ്രവർത്തകരായിരുന്ന ആളുകളോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലേറെ പ്രസക്തമായവയാണ്. ഈ പ്രസക്തിയുള്ള വിഷയങ്ങൾ ഇന്ന് നമ്മുടെ കുടുംബ സദസ്സുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഖേദകരമായ വസ്തുതയാണ്. അധ്യാപകൻ പഠിപ്പിക്കുന്ന പാഠങ്ങൾ അതേപടി പഠിച്ചുകൊള്ളണമെന്നും അധ്യാപകൻ എന്ത് പഠിപ്പിക്കണമെന്ന് ഭരിക്കുന്നവർ തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ സത്യം എവിടെ കിടക്കുന്നു, സിലബസ് എവിടെ കിടക്കുന്നു? നമുക്കറിയാം, കരിക്കുലം കമ്മിറ്റി തയ്യാറാക്കുന്ന സിലബസ് മാത്രമേ നമ്മുടെ അധ്യാപകർക്ക് വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുവാൻ നിവർത്തിയുള്ളൂ. ഇത് ഇന്നു മാത്രമല്ല, പൂർവ്വകാലങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. അതാണ് ഹിരണ്യകശിപു എന്ന ഭരണാധികാരി തന്റെ മകനെയും മറ്റു വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുന്ന ഷണ്ടാമർക്കന്മാർക്ക് കൊടുത്ത സിലബസ് പ്രകാരം മാത്രമാണ് അവർ പഠിപ്പിച്ചത്. പക്ഷേ അവർ പഠിപ്പിക്കുമ്പോഴും ആത്മജ്ഞാനം ഗർഭാവസ്ഥയിലെ നേടാൻ സാധിച്ച പ്രഹ്ലാദനെ സംബന്ധിച്ചിടത്തോളം ഈ ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിൽ തോന്നുകയും അദ്ദേഹത്തിന് നാരദ മഹർഷിയിൽ നിന്നും മാതാവിന്റെ ഗർഭത്തിൽ കിടന്നപ്പോൾ ലഭിച്ച ജ്ഞാനം അതാണ് ശരിയെന്ന് ഉത്തമ ബോധ്യമുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ പ്രഹ്ലാദൻ പഠിച്ചതും ചൊല്ലിയതും നാരായണായ നമ എന്നതാണ്. അല്ലെങ്കിൽ നാരായണന്റെ ചരിത്രമാണ്. യാതൊന്നു കണ്ടത് നാരായണ പ്രതിമ, യാതൊന്നു കേട്ടത് നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വത് നാരായണ അക്ഷരങ്ങൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ എന്ന ആ വരികൾ അന്വർത്ഥമാക്കത്തക്ക വിധത്തിലുള്ള ഒരു ജീവിതം പ്രഹ്ലാദനെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ഇവിടെ മറ്റു കുട്ടികൾ പ്രഹ്ലാദനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ പ്രഹ്ലാദ, നിനക്കും ഞങ്ങൾക്കും ഇവിടെ ഗുരു ഒന്ന് തന്നെയല്ലേ? എന്നിട്ടും ഞങ്ങൾ പഠിക്കാത്ത അതിശ്രേഷ്ഠമായ അറിവുകൾ നിനക്കെങ്ങനെ കിട്ടി എന്ന് പറയുമ്പോഴാണ് മാതാവിന്റെ ഗർഭാവസ്ഥയിൽ കിടന്നപ്പോൾ ഉണ്ടായ അവസ്ഥകൾ പ്രഹ്ലാദൻ തന്റെ കൂട്ടുകാരോട് വിവരിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഈ ജ്ഞാനം ഞാൻ നിങ്ങൾക്കും നൽകാൻ തയ്യാറാണ്. ആ ജ്ഞാനം കുട്ടികളെ വിളിച്ച് അടുത്തിരുത്തി പറഞ്ഞു കൊടുക്കുകയാണ്. ഓർക്കണം, ഈ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ഇതല്ല നീ പഠിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പീഡനങ്ങൾ പിതാവിൽ നിന്നും ഏറ്റുവാങ്ങിയ ആളുകൂടിയാണ് പ്രഹ്ലാദൻ. ഓർക്കണം, നമ്മുടെയൊക്കെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കും,
അല്പമാത്രമായ സമ്പത്തോ അല്പമാത്രമായ സഹായങ്ങളോ ലഭിക്കുമ്പോൾ സ്വന്തം മാതാപിതാക്കളെയും അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെയും ഭർത്താവിനെയും തള്ളിപ്പറയാനും സ്വന്തം വിശ്വാസത്തെ അകറ്റി നിർത്തുവാനും വേണ്ടി വന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി അധിക്ഷേപിക്കുവാനും അതിലുപരി തനിക്ക് എന്തെങ്കിലും നൽകുന്നവർക്ക് വേണ്ടി സംസാരിക്കുവാനും അവരുടെ ആശയം പ്രചരിപ്പിക്കുവാനും ഒക്കെ ഇറങ്ങി നടക്കുന്ന ആളുകൾ ഈ പ്രഹ്ലാദന്റെ അചഞ്ചലമായ വിശ്വാസത്തെ ഒന്ന് മാതൃകയാക്കണം. ഇവിടെയാണ് നാരായണായ എന്ന മന്ത്രം പറയരുത്, മഹാവിഷ്ണുവിനെ സ്തുതിക്കരുത്. മഹാവിഷ്ണുവല്ല ഈശ്വരൻ, ലോകനാഥൻ അദ്ദേഹമല്ല. ഞാനാണ് ലോകനാഥൻ എന്ന് മകനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു പിതാവാണ് ഹിരണ്യകശിപു. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ആ മാതാവിന്റെ ഗർഭത്തിൽ കിടന്നപ്പോൾ ലഭിച്ച ആ ആത്മജ്ഞാനം ഉള്ളിലുണ്ടായതുകൊണ്ടും അത് ഉള്ളിൽ ഉറച്ചതുകൊണ്ടും അതിൽ നിന്ന് അല്പം പോലും മാറി ചിന്തിക്കുവാൻ പ്രഹ്ലാദന് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ പഠിപ്പിച്ച ഹിരണ്യായ നമ എന്നതിന് പകരം നാരായണായ നമ എന്ന് നിരന്തരം പറയുവാൻ. അത് പറഞ്ഞതിന്റെ പേരിൽ പിതാവ് അതിക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ പോലും, ഉപദ്രവിച്ചപ്പോൾ പോലും, എന്തിനു പറയണം, വധിക്കാൻ വരെ ഉത്തരവിട്ടപ്പോൾ പോലും, സ്വജീവൻ നഷ്ടമാകുന്ന അവസ്ഥ വന്നപ്പോഴും കൈവിട്ടില്ല നാരായണനെ. ഓർക്കുക, സ്വജീവൻ നഷ്ടമാകും, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും ഈ ജീവൻ വേർപെടുന്ന ആ അവസ്ഥ വന്നപ്പോൾ പോലും തൻ്റെ ആരാധ്യ ദേവതയായ പ്രപഞ്ചനാഥനായ ആ മഹാവിഷ്ണുവിന്റെ ഈശ്വരന്റെ അഭിപ്രായത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ തയ്യാറാകാത്ത ഉത്തമ ഭക്തനാണ് പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദനാണ് കൃത്യമായി തൻ്റെ സഹപാഠികൾക്ക് ശ്രേഷ്ഠമായ ഉപദേശം നൽകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രഹ്ലാദൻ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: അല്ലയോ കൂട്ടുകാരെ, നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. എന്തുകൊണ്ടാണ്? മനുഷ്യ ജന്മം ലഭിച്ചു എന്നത് തന്നെ എത്രയോ ഭാഗ്യമാണ്. എന്തുകൊണ്ടാണ് നമ്മളൊരു പട്ടിയായി ജനിച്ചില്ല, അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളായി ജനിച്ചില്ല, ഇഴഞ്ഞു നടക്കുന്ന ജീവികളായി ജനിച്ചില്ല, ഒറ്റയടിക്ക് തല്ലിക്കൊല്ലുന്ന കൊതുകായി ജനിച്ചില്ല? ഇതൊന്നും ലഭിക്കാതെ ഈ മനുഷ്യ ജന്മം തന്നെ ഈ നമുക്ക് ലഭിച്ചത് മഹാഭാഗ്യമല്ലേ? പക്ഷേ ലഭിച്ച മനുഷ്യ ജന്മത്തെ വേണ്ട വിധം മനസ്സിലാക്കുവാനോ വേണ്ട വിധം ഉപയോഗിക്കുവാനോ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഇപ്പോൾ നമുക്ക് ഭാഗ്യവശാൽ മനുഷ്യ ജന്മം കിട്ടിയിരിക്കുന്നു. എത്രയോ നീചയോനികളിൽ ജനിച്ച് പിന്നീട് മരിച്ച് ഇങ്ങനെ നിരന്തരം പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം എന്ന നിലയിൽ എത്രയോ ജന്മങ്ങൾ കടന്നു വന്നിട്ടാണ് ശ്രേഷ്ഠമായ ഈ മനുഷ്യ ജന്മം നമുക്ക് ലഭിച്ചത്. പക്ഷേ ആ മനുഷ്യ ജന്മത്തിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? ദേവീഭാഗവതത്തിൽ പറയുന്നത് പോലെ തിന്നും കുടിച്ചും ക്രീഡിച്ചും നാൾ കഴിക്കുന്നു ജീവികൾ, അല്ലേ? അതിനപ്പുറം നമുക്ക് വല്ലതും ഉണ്ടോ? കുറെ തിന്നുക, കുറെ കുടിക്കുക, ആസ്വദിക്കുക, ഈ ഭൗതികമായി കാണുന്ന വസ്തുക്കളിൽ കൂടി ഭോഗസുഖം അനുഭവിക്കുക. ഇതിനപ്പുറം ഒന്നും ഇന്ന് മനുഷ്യരായി ജീവിക്കുന്ന നമ്മിൽ പലർക്കും ഇല്ല എന്നതാണ് വസ്തുത. എന്നാൽ ഈ മനുഷ്യജന്മം ലഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏതൊക്കെ ജന്മങ്ങളിലായിരുന്നു നമുക്കറിയുമോ? പൂന്താനം പാടിയിട്ടുണ്ട്, ഈച്ചയായി പൂച്ചയായി കുച്ചാടിയായിട്ടൊക്കെ ജനിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആഗ്രഹിച്ചു, ഓ മനുഷ്യർ എത്രയോ ഭാഗ്യവാന്മാരാണ്, അവർക്ക് ഭഗവാനെ പൂജിക്കാൻ സാധിക്കുന്നു, അവർക്ക് വിശേഷ ബുദ്ധിയുണ്ട്, അല്ലേ? ഇതൊക്കെ ഉള്ളൊരു മനുഷ്യനായി ജനിക്കണമെന്ന് എത്രയോ മറ്റു ജീവജാലങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹപ്രകാരം അവർ അക്കാലങ്ങളിൽ ചെയ്ത സത്കർമ്മത്തിന്റെ ഫലമായിട്ട് ലഭിച്ചതാണ് ഈ മനുഷ്യജന്മം. എന്നാൽ ആ മനുഷ്യജന്മം ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പാടെ മാറിയിരിക്കുന്നു, ധർമ്മം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, ധർമ്മമില്ല, സത്യമില്ല, അങ്ങനെ പലതും പലതും ശ്രേഷ്ഠ ഭാവങ്ങളൊക്കെ നമ്മിൽ നിന്ന് അകലെയായിരിക്കുന്നു, വിശേഷാൽ കലിയുഗത്തിൽ. അപ്പൊ ഈ അവസരത്തിൽ മനുഷ്യജന്മം ലഭിച്ച നമ്മൾ ഭാഗ്യവാന്മാരാണ് എന്ന പ്രഹ്ലാദന്റെ അഭിപ്രായത്തോട് നമുക്ക് യോജിക്കാതിരിക്കാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് കൂട്ടുകാരോട് പറഞ്ഞത്, ഈ മനുഷ്യജന്മം ലഭിച്ചത് മഹാഭാഗ്യം കൊണ്ടാണ്. പ്രധാനമായിട്ടും നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള ഒരു വിശേഷ ബുദ്ധി നമുക്കുണ്ട്, ഇല്ലേ? നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വിശേഷ ബുദ്ധി
നമ്മളിലുണ്ട്. മനുഷ്യനല്ലാത്ത മറ്റു പ്രാണികൾക്ക് അത് പൂർണ്ണമായിട്ടും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ മനുഷ്യനുമായി സഹവാസമുള്ള ചില ജീവജാലങ്ങൾ ഒരുപക്ഷെ ഇക്കാലത്ത് മനുഷ്യനേക്കാൾ സ്നേഹവും വിശ്വാസവും പ്രകടിപ്പിക്കുന്ന കാഴ്ച നമുക്കറിയാം. അവരുടെ മുമ്പിൽ സത്യത്തിൽ മനുഷ്യൻ സാഷ്ടാംഗം നമസ്കരിക്കണം. ഉപ്പത്തൊട്ടിയിൽ ഉപേക്ഷിച്ച ചോരക്കുഞ്ഞിനെ കടിച്ചെടുത്ത് വീടിന്റെ മുമ്പിൽ കൊണ്ടിട്ട് കൊടുത്ത് ആ കുട്ടിയെ സംരക്ഷിച്ച നായുടെ കഥ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഇന്നത്തെ പല അധമ മനുഷ്യ ജന്മത്തിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് അത്തരം മൃഗജന്മങ്ങളെന്ന് കൂടി നമ്മൾ ഓർക്കണം. അത് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഭരതൻ എന്ന ചക്രവർത്തി മാനായി ജനിച്ച കഥ പറയുമ്പോൾ നമ്മൾ അതിനെ പറ്റിയൊക്കെ ചിന്തിക്കും. അപ്പൊ ഇവിടെ പ്രഹ്ലാദൻ മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യം വ്യക്തമായി പറയുന്നു. മറ്റു പ്രാണികൾക്ക് ലഭിക്കാത്ത മഹാ അനുഗ്രഹമാണ് മനുഷ്യന് ലഭിച്ചിരിക്കുന്നത്. ഇനി ഒരു മനുഷ്യജന്മം നമുക്ക് ഉണ്ടാകുമോ എന്ന് ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. കാരണം ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമായിട്ടാണ് അടുത്ത ജന്മം നമുക്ക് ലഭിക്കുക. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ സത്കർമ്മം ചെയ്യാനാണ് ഭഗവാൻ നമുക്ക് മനുഷ്യ ശരീരമെന്ന് ഇങ്ങോട്ടേക്ക് അയച്ചത്. പക്ഷെ ആ സത്കർമ്മങ്ങൾ പോലും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെ ദുർലഭമായി മാത്രം ലഭിക്കുന്ന ഈ മനുഷ്യ ജന്മത്തെ വേണ്ട വിധം ഉപയോഗിക്കുവാൻ പ്രഹ്ലാദൻ നമ്മളോട് നിർദ്ദേശിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. സമസ്തവും ഭഗവാൻ സമർപ്പിക്കുക. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന 18-ാം അധ്യായത്തിൽ ഒരു 66-ാമത്തെ ശ്ലോകമുണ്ട്. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാ സർവ്വപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. നീ സർവധർമ്മങ്ങളും അതെന്ത് ചെയ്യുമ്പോഴും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അങ്ങനെയായാൽ നിന്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാകും. എന്നെ ആശ്രയിക്കുന്നവരെ എനിക്ക് നിരാശപ്പെടുത്തുവാൻ സാധിക്കില്ല. നമേ ഭക്ത പ്രണശ്യതി നമേ ഭക്ത പ്രണശ്യതി. എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല. ഈ വാക്കുകൾ പറഞ്ഞ ഭഗവാന് തൻ്റെ ഭക്തനെ സംരക്ഷിച്ചു നിർത്തേണ്ട ബാധ്യത ഉണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഭഗവാൻ ഒരിക്കലും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നയാളല്ല. അവിടെയാണ് പ്രഹ്ലാദന്റെ വിശ്വാസം അവിടെ ആശ്വാസമായി മാറുകയും അതിലുപരി അത് സത്യമായി ഭവിക്കുകയും ചെയ്യുന്നത്. അത് തന്നെയാണ് പ്രഹ്ലാദൻ പറയുന്നത്. പരമപുരുഷാർത്ഥം എന്ന മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുവാൻ നമുക്ക് ഉചിതമായ മാർഗങ്ങൾ നമ്മുടെ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ആചാര്യന്മാർ നിർദ്ദേശിച്ച ഉത്തമ മാർഗങ്ങളെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് ശീലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ പ്രധാനമാണ് ഞാൻ എന്ന ഭാവം കളഞ്ഞുകൊണ്ട് എല്ലാം ഭഗവത് സമർപ്പണമായി ചെയ്യുക. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത്തരിഷ്യസി. എന്റെ ചിത്തമുറപ്പിച്ചാൽ നിന്റെ എല്ലാ തടസ്സങ്ങളെയും ഞാൻ ദൂരീകരിച്ചു തരും. എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടക്കുവാനുള്ള മാനസിക ശക്തി നിനക്ക് ലഭ്യമാകും, ആത്മവിശ്വാസം നിനക്കുണ്ടാകും എന്ന് ഭഗവാൻ പറഞ്ഞത് പ്രഹ്ലാദനിൽ കൂടി നമുക്ക് ബോധ്യമാക്കി തരികയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ കൂടി ഉപദേശിച്ചിട്ടുള്ള അനവധി നിരവധിയായ ഉപദേശങ്ങളുടെ ഒരു നടപ്പാക്കൽ പ്രക്രിയ പ്രഹ്ലാദനിൽ കൂടി കാണിച്ചു തരുന്നു. അപ്പോൾ പ്രഹ്ലാദൻ എന്ന കഥാപാത്രം എത്ര കണ്ട് പ്രാധാന്യം അർഹിക്കുന്നു ഭക്തലോകത്തിന്, വിശ്വാസി ലോകത്തിന് നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ദുർലഭമായി കൈവന്ന ഈ മനുഷ്യ ജന്മത്തെ പാഴാക്കാതെ വേണ്ട വിധം ഉപയോഗിച്ചാൽ പരമപുരുഷാർത്ഥം നേടാം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതാണല്ലോ പുരുഷാർത്ഥങ്ങൾ. ഇതിൽ പരമപുരുഷാർത്ഥമായി പറയുന്നത് മോക്ഷത്തെയാണ്. മോക്ഷം എന്നത് തിരിച്ചു വരവില്ലാത്ത ഒരവസ്ഥാവിശേഷമാണ്. സർവം ലയിച്ചു ചേരുന്ന അവസ്ഥ. ഏതൊന്നിൽ നിന്നാണോ നാം ഉത്ഭവിച്ചത് അതിൽ തന്നെ ചെന്ന് ലയിച്ചു ചേരുക എന്ന ആ മഹത്തായ ഒടുവിലത്തെ ക്രിയയിൽ എത്തിച്ചേരണമെങ്കിൽ അതിനനുവർത്തിക്കേണ്ടുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത്തരം ഗ്രന്ഥങ്ങളിൽ കൂടിയാണ്. അതുകൊണ്ടാണ് ഗ്രന്ഥ പഠനം ഉണ്ടാകണം, ആത്മജ്ഞാനം നേടണമെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നു, ഭഗവത് പ്രസാദം സമ്പാദിച്ചാൽ ഈ പറയുന്ന സംസാരബാധ, സംസാരം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ജീവിതമാണ്. ഈ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ ഭാവങ്ങളെയും, അത് നെഗറ്റീവുകളാണെങ്കിൽ അതിനെയൊക്കെ മാറ്റി നല്ല പോസിറ്റീവ് ചിന്തകളിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കും എന്ന് വ്യക്തമാക്കി തരികയാണ്. മാത്രവുമല്ല
നമ്മളൊക്കെ പാപം ചെയ്യാത്തവരൊന്നും ആരുമല്ല, എല്ലാവരും പാപമൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. അറിഞ്ഞോ അറിയാതെയോ പലതും ചെയ്തിട്ടുണ്ട്. നീ അങ്ങനെ ചെയ്തു പോയി എന്ന് കരുതി ഇനിയിപ്പോ എന്താ ജീവിക്കണ്ടേ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പാപം ചെയ്തവർക്ക് സനാതന ധർമ്മത്തിൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായി പരിഹാരമുണ്ട്. അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശ്രീമദ് ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിലെ 36-ാമത്തെ ശ്ലോകം ഒന്ന് വായിച്ച് അതിന്റെ ആശയം ഒന്ന് മനസ്സിലാക്കിയാൽ കൃത്യമായി നമുക്കതിന് ഉത്തരം കിട്ടും. അതിൽ പറയുന്നത് തന്നെയാണ്, അഭിചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമ സർവജ്ഞാനപ്രവേനൈവം വ്രജിനം സന്തരിഷ്യസി. നീ പാപികളിൽ വെച്ച് ഏറ്റവും വലിയ പാപിയായിക്കൊള്ളട്ടെ, മഹാപാപിയായിക്കൊള്ളട്ടെ, അങ്ങനെ ആയിപ്പോയി എന്ന് കരുതി നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാര്യം മറ്റൊന്നുമല്ല, ആ പാപമാകുന്ന സമുദ്രത്തെ പാപങ്ങളുടെ മഹാസമുദ്രമായി നീ മാറിയെങ്കിൽ പോലും ആ പാപമാകുന്ന മഹാസമുദ്രത്തെ മറികടക്കുവാനുള്ള നൗക ഉണ്ട്. അതെന്താണ്? ആ നൗക എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉത്തരമാണ് പറയുന്നത് ജ്ഞാനം. അത് പറയുന്നു, സർവജ്ഞാനപ്ലവേനൈവം വ്രജിനം സന്തരിഷ്യസി. ജ്ഞാനമാകുന്ന തോണി കൊണ്ട് പാപമാകുന്ന സമുദ്രത്തെ നിനക്ക് മറികടക്കാം. അതിന് വല്ല തെളിവുമുണ്ടോ നമ്മുടെ പുരാണങ്ങളിൽ എന്ന് ചോദിച്ചാൽ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാട്ടിത്തരാൻ സാധിക്കും. കേവലം കാട്ടാളനായി ജീവിതം ആരംഭിച്ച് സകലവിധമായ പാപവങ്കിലമായ ഭാവങ്ങളും ചെയ്തു കഴിഞ്ഞു പോതിരുന്ന ഒരു കാട്ടാളൻ പോലും കേവലം രാമ എന്ന 2 അക്ഷരം കൊണ്ട് ലോകം ആരാധിക്കപ്പെടുന്ന ലോകത്തിലെ ആദി കാവ്യമായ രാമായണം എന്ന മഹാകൃതി എഴുതിയ വാൽമീകിയായി മാറിയ ചരിത്രം നമ്മുടെ മുമ്പിലില്ലേ? അപ്പൊ പാപം ചെയ്തു പോയി എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും ആരും ആത്മഹത്യ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ അതൊക്കെ ഉപേക്ഷിക്കൂ. ഏതാണ്? ദുശ്ചിന്തകൾ ഉപേക്ഷിക്കൂ, ദുഷ്കർമ്മങ്ങൾ ഉപേക്ഷിക്കൂ, നെഗറ്റീവായ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് അറിവ് നേടുക. അതുകൊണ്ടാണ് അറിവാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അറിവ് നേടുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയുക എന്ന് തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ അറിവിന്റെ പ്രാധാന്യം കൂടി വ്യക്തമാക്കുന്നു. ഈ മനുഷ്യ ജന്മം നമുക്ക് ലഭിച്ചത് തന്നെ ശാശ്വതമായ സത്യങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള അവസരമായിട്ട് കണക്കാക്കണം. അതാണ് പ്രഹ്ലാദൻ ഇവിടെ നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ആ ഭഗവത് പ്രസാദം നേടുക, ജ്ഞാനം നേടി ഭഗവത് പ്രസാദം നേടി ശരിയായ ജീവിത ധർമ്മം അനുവർത്തിക്കുക. അങ്ങനെ ഭഗവത് പ്രസാദം ഇല്ലാതെ ഒരാൾക്കും ജീവിതത്തിൽ ശാശ്വതമായ ഒരു ഉയർച്ച ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്ന് വ്യക്തമാക്കുകയാണ്. കാരണം എന്താണ്? സർവഭൂതങ്ങളുടെയും ആത്മഭാവം ഈശ്വരനാണ്. അത് ഭഗവത്ഗീതയിൽ പറഞ്ഞു, മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. എല്ലാ ജീവജാലങ്ങളിലും എന്റെ അംശമാണ് ജീവനായിട്ടിരിക്കുന്നത്. അതിന് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്റെ അംശം ചേരാത്തതൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മളിലുള്ള ജീവനെ പോലെ തന്നെയാണ് മറ്റുള്ള ജീവജാലങ്ങളും എന്ന് ചിന്തിക്കുവാനും, അതുകൊണ്ട് തന്നെ പുരാണങ്ങളുടെ ആത്യന്തിക ഭാവം എന്താണോ സാധ്യതമാക്കേണ്ടത് ആ വസ്തുത വ്യക്തമാക്കി തരുന്നു. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം എന്ന അവസ്ഥയിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. എന്ന് മാത്രമല്ല, ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, ബീജം മാം സർവഭൂതാനാം. എല്ലാ ബീജങ്ങളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ബീജഭാവം ഞാനാണ്. അത് വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ വളരെ വ്യക്തമായി മനുഷ്യ ജന്മത്തിന് ചെയ്യാനും ചെയ്തു തീർക്കുവാനും നേടാനും ഒക്കെയുള്ള അനവധി കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. എന്ന് മാത്രവുമല്ല, നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ച ആ മനുഷ്യ ജന്മത്തിന്റെ മഹത്വം കൂടി ഒന്നറിയണം. മനുഷ്യൻ എന്ന പേര് നമ്മൾക്ക് സ്ഥിരമായി ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ മനനം ചെയ്യുന്നവരായി മാറണം. അങ്ങനെ മനനം ചെയ്യുമ്പോഴാണ് ആരായി മാറുക? മനുഷ്യനായി മാറുക എന്ന് പറയുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? മനുഷ്യൻ കേവലം ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി അലഞ്ഞു നടക്കുകയാണ്, അല്ലേ? ഇന്ദ്രിയ സുഖങ്ങളാണ് വലിയ സുഖമെന്ന് ധരിച്ചു പോകുന്നു. അതുകൊണ്ട് കണ്ണും കാതും നാക്കും മൂക്കും തൊക്കും ഒക്കെ തന്നെ ഇന്ദ്രിയങ്ങളാണ്. ഇത് എനിക്ക് എവിടുന്ന് സുഖം കിട്ടുമോ അവിടേക്ക് പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മനസ്സ് അതിന്റെ പിന്നാലെ പായുന്നു. മനോനിയന്ത്രണം ഇല്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും ശരീരമുള്ള മറ്റു ജീവജാലങ്ങളും അനുഭവിക്കുന്നില്ലേ? ആലോചിച്ച് നോക്കൂ.
മനുഷ്യൻ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും മറ്റു ജീവജാലങ്ങളും അനുഭവിക്കുന്നു. അപ്പൊ അക്കാര്യത്തിൽ മനുഷ്യനും മൃഗവും തമ്മിൽ വല്ല വ്യത്യാസവും ഉണ്ടോ? അപ്പൊ പിന്നെ എന്താണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ വിശേഷ ജ്ഞാനമാണ്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആത്മജ്ഞാനമാണ്. ആത്മാവിന്റെ മഹത്വം അറിയുകയാണ്. അപ്പൊ അത്തരത്തിൽ ആത്മാവിന്റെ മഹത്വത്തെ അറിയുവാനുള്ള മാർഗമെന്ത്? അതാണ് ആധ്യാത്മികമായ പഠനം, അതാണ് ഭാഗവത പഠനം, അതാണ് ഭഗവത്ഗീത പഠനം. അതിനെ ദുഷ്ടബുദ്ധിയോടെ കാണാതെ നല്ല ബുദ്ധിയോടെ കണ്ടാൽ അതിലെ നന്മയെ നമുക്ക് കാണാൻ സാധിക്കും. ക്ഷീരമുള്ളോ രണ്ടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ ഏതിനെയും നെഗറ്റീവായി മാത്രം കാണുന്നവർക്ക് ഇതിലൊന്നും ഒരു നന്മയും കാണാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അത് അവരുടെ കുറ്റമല്ല, സമയമായില്ല എന്ന് മാത്രമേ നമുക്കതിൽ പറയാൻ സാധിക്കുകയുള്ളൂ. ഓരോരുത്തർക്കും അറിവ് നേടാൻ അവസരങ്ങളുണ്ട്. ആ അവസരം ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ആരായി മാറുക? നല്ല മനുഷ്യരായി മാറുക. അതുകൊണ്ട് മറ്റു ജീവജാലങ്ങൾക്കും ഇന്ദ്രിയ സുഖങ്ങൾ അത് കൃമിക്കും കീടത്തിനും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ വിശേഷ ജ്ഞാനം അവയ്ക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇനി നമ്മൾ ആലോചിക്കണം, നമ്മൾ ആരെങ്കിലും ദുഃഖം ആഗ്രഹിക്കാറുണ്ടോ? ആരെങ്കിലും ദുഃഖം ആഗ്രഹിക്കാറുണ്ടോ? അപ്പൊ നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല നമുക്ക് ദുഃഖം വരുന്നത്. അപ്പൊ ഈ ദുഃഖവും സുഖവും ഒക്കെ ഇത്തരത്തിൽ പ്രദാനം ചെയ്യുന്ന ശക്തി ഏതാണ്? ആരാണ് നമുക്ക് ദുഃഖം തരുന്നത്? ഇന്നലെ എന്നേവരും സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ ദുഃഖത്തിന് കാരണം മറ്റുള്ളവരാണ് എന്ന ധാരണ തെറ്റാണ്. നമ്മുടെ ദുഃഖത്തിന് കാരണം ആരാണ്? നമ്മൾ മാത്രമാണ്. നമ്മുടെ കർമ്മങ്ങളാണ്, നമ്മുടെ വാക്കുകളാണ്, നമ്മുടെ ചിന്തകളാണ്. അത് പ്രകടനം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതിന് മറ്റുള്ളവരെ ആക്ഷേപിക്കണ്ട. അതുകൊണ്ടാണ് തൻ്റെ പിതാവ് തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ പോലും പിതാവിനെ കുറ്റപ്പെടുത്തുകയല്ല പ്രഹ്ലാദൻ ചെയ്തത്. താൻ ഏറ്റെടുത്തിരിക്കുന്ന ആ വലുതായ ലക്ഷ്യം നേടുന്നതിന് ഇത്തരം ത്യാഗങ്ങൾ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ എന്ന തിരിച്ചറിവ്. ഉറക്കം കളഞ്ഞെങ്കിൽ മാത്രമേ പഠനം നടക്കുകയുള്ളൂ വിദ്യാർത്ഥികൾക്ക്, അല്ലേ? ഞാൻ ഉറക്കത്തിലാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ പഠനം കൊണ്ടുള്ള ലക്ഷ്യം കിട്ടില്ല, ഉറക്കം കൊണ്ടുള്ള മന്ദത കിട്ടുകയും ചെയ്യും. അത് വിദ്യാർത്ഥികളോട് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, എന്താണ്? ഉറങ്ങി തീർക്കാനാണ് ജീവിതമെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പലപ്പോഴും പല സുഖങ്ങളും ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന വസ്തുത ഒന്ന് തിരിച്ചറിയുകയാണ് മാനവ സമൂഹം ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്. അത് ബോധ്യപ്പെടുത്തി തരികയാണ് ശ്രീമദ് ഭാഗവതത്തെ പോലുള്ള മഹാഗ്രന്ഥങ്ങൾ എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. മാത്രമല്ല ഇവിടെ പറയുന്നു, സുഖവും ദുഃഖവും ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വന്നും പോയി ഇരിക്കുകയാണ്. വിഷയത്തിൽ ബന്ധപ്പെടുമ്പോഴാണ് ആ വിഷയാസ്പദമായിരിക്കുന്ന സുഖവും ദുഃഖവും നമുക്ക് ഉണ്ടാവുക. ഒരു വിഷയത്തിൽ നിന്നും ശാശ്വതമായ സുഖവും ഒരു വിഷയത്തിൽ നിന്നും ശാശ്വതമായ ദുഃഖവും ഉണ്ടാവില്ല. അതിങ്ങനെ വന്നും പോയിരിക്കും. കുന്നുണ്ടെങ്കിൽ കുഴി എന്നതുപോലെ, കുഴി ഉണ്ടെങ്കിൽ ഒരു കുന്നെന്നതുപോലെ തീർച്ചയായും സുഖവും ദുഃഖവും വരും. രണ്ടിനെയും തുല്യമായി സ്വീകരിക്കുവാൻ പ്രാപ്തമാക്കണം മനസ്സിനെ. അതാണ് ഇവിടെ പഠിപ്പിക്കുക. അങ്ങനെ രണ്ടിനെയും തുല്യമായി സ്വീകരിക്കുവാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ പ്രാപ്തമാക്കിയാൽ അവിടെ സുഖവും ദുഃഖവും ഒന്നും നമുക്കൊരു വിഷയമായി മാറുന്നില്ല എന്ന വസ്തുത കൂടി. അതുകൊണ്ടാണ് പുകഴ്ത്തി പറയുമ്പോഴും ഒരാൾ ഇകഴ്ത്തി പറയുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. അതൊക്കെ കേവലം മനുഷ്യന്റെ മനസ്സിലുള്ള അഭിമാനം, ദുരഭിമാനമാണ്. അതിനെയൊക്കെ നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അത്തരം ദുരഭിമാനങ്ങൾക്ക് ഇവിടെ പ്രസക്തിയേ ഇല്ല. അതുകൊണ്ട് തന്നെ പ്രഹ്ലാദൻ പറയുന്നു, ഒരു കാരണവശാലും ഭൗതിക വിഷയങ്ങളിൽ നിന്ന് ശാശ്വതമായ സുഖമേ ലഭിക്കാൻ പോകുന്നില്ല. അല്പം സുഖത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് അല്പസമയത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതേ കാര്യം തന്നെ ദുഃഖമായിട്ട് മാറും. ഇപ്പൊ ഒരാൾ മദ്യപിക്കുന്നു, അത് അയാളുടെ താൽക്കാലിക സുഖത്തിന് വേണ്ടിയാണെന്ന് അയാൾ ധരിക്കുമ്പോൾ ആ മദ്യം കഴിച്ചതിന് ശേഷം കാട്ടിക്കൂട്ടുന്ന ചില തെറ്റായ പ്രവണതകൾക്ക് ശേഷം അതിന്റെ എല്ലാം കെട്ടിപ്പിട്ട് കഴിയുമ്പോൾ ആലോചിക്കുമ്പോഴുള്ളത് മൊത്തം ദുഃഖമാണ്. അന്നേരത്തേക്ക് കുറച്ചു നേരം ഞാൻ എന്തോ വലുതാണെന്നൊക്കെ തോന്നിയിരുന്നിരിക്കാം, എന്നെ തീർന്നില്ലേ കാര്യം. സമൂഹത്തിൽ അപമാനിതനാകുന്നു, സ്വന്തം മക്കളുടെ മുമ്പിൽ പോലും പലപ്പോഴും അവഗണിക്കപ്പെടുന്നവരായി മാറുന്നുവെങ്കിൽ നമ്മുടെ പ്രവൃത്തി ദോഷമല്ലേ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇത്തരത്തിൽ ഭൗതിക വിഷയങ്ങളിൽ നിന്നും ശാശ്വതമായ ഒരു സുഖം ലഭിക്കുമെന്ന് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ അത് മിഥ്യാധാരണ തന്നെയാണ് എന്ന് ഇവിടെ വ്യക്തമായി പറയുന്നു. ഒപ്പം തന്നെ പറയുന്നു, അതുകൊണ്ട് മനുഷ്യ ജന്മം തന്ന ഭഗവാനോട് ആദ്യം നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കണം.
നന്ദിയുള്ളവരായിരിക്കണം. ആ ഈശ്വരനോട് നമുക്ക് എങ്ങനെയാണ് നന്ദി പ്രകടിപ്പിക്കാൻ സാധിക്കുക? ആ ഈശ്വര തത്വങ്ങൾ അറിയുക, ആ ഭഗവാൻ പറഞ്ഞ വചനങ്ങൾ പാലിക്കുക. സത്യത്തിൽ വീടിന് കവചമുണ്ടാക്കണം. എന്തുകൊണ്ട് കവചമുണ്ടാക്കണം? നിങ്ങൾ ഭൗതികമായ എത്ര വസ്തുക്കൾ കൊണ്ട് കവചമുണ്ടാക്കിയാലും അതൊക്കെ വിളക്കാൻ കഴിയുന്ന മഹാശക്തിയാണ് ഈശ്വരൻ എന്നറിയണം. അതാണല്ലോ തൂണിലും തുരുമ്പിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തൂണിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് ആ തൂണിൽ നിന്നും ഭഗവാൻ വന്നുവെന്ന് കാണിക്കുമ്പോൾ ഒരു കവചവും നമുക്ക് രക്ഷ നൽകില്ല. പക്ഷേ ഭഗവാന്റെ വചനങ്ങളാകുന്ന കവചം നമുക്ക് ആശ്വാസവും രക്ഷയുമാകും. അതുകൊണ്ടാണ് ഭഗവത്ഗീത വചനങ്ങൾ ഭവനങ്ങൾക്ക് കവചമാകണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഭഗവത്ഗീത വചനങ്ങൾ ഭവനങ്ങൾക്ക് കവചമാക്കി മാറ്റേണ്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് ഭഗവത്ഗീത നിത്യപാരായണം ചെയ്യണം, ഭാഗവതം ഭവനങ്ങളിൽ നിത്യപാരായണം ചെയ്യണം. അങ്ങനെയാണ് ആ നിത്യപാരായണത്തിന്റെ ശക്തി മൂലം നമ്മുടെ ഭവനത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ദുർചിന്തകൾ അതൊക്കെ ക്രമേണ നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. ബാഹ്യമായി വരുന്ന നെഗറ്റീവുകളെ അകറ്റി നിർത്തുവാൻ നമ്മുടെ സച്ചിന്തയാകുന്ന കവചത്തിന്, ഭഗവത് വചനമാകുന്ന കവചത്തിന് സാധിക്കുക തന്നെ വേണം. അതുകൊണ്ട് പ്രഹ്ലാദൻ പറഞ്ഞ വാക്കിലാണ്, ഉള്ള സമയം കൊണ്ട് മുകുന്ദപാദങ്ങളെ സേവിച്ചാൽ സംസാര ദുഃഖം തീർന്ന് നിത്യമായിരിക്കുന്ന ആനന്ദത്തെ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചു തരുന്നത്. നോക്കൂ, ഒരു മനുഷ്യന് എത്ര ആയുസ്സുണ്ട്? പരമാവധി 100 വയസ്സ്, അല്പം കൂടെ പോയി 120 വയസ്സ് വരെയൊക്കെയാണ് ഒരു മനുഷ്യൻ ജീവിക്കുക. എന്നാൽ ആ ഓരോ ആയുസ് ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ അറിയണം ഈശ്വരാനുഗ്രഹമാണെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആയുസ് എത്രയാണ്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ നാസാദ്വാരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ശ്വാസം, ആ ജീവവായു തിരിച്ചകത്തേക്ക് വന്നില്ലെങ്കിൽ തീർന്നില്ലേ? അപ്പൊ ആദ്യമായി നമുക്കൊരു ജീവശ്വാസം നൽകിയെങ്കിൽ ആ ജീവശ്വാസത്തിൽ ആരെ ഓർക്കണം? ഭഗവാനെ ഓർക്കണം. ഓരോ ജീവശ്വാസത്തിലും ആരെ ഓർക്കണം? ഭഗവാനെ ഓർക്കണം. നമ്മൾ ഓർക്കാറുണ്ടോ? കാരണം ആ ശ്വാസം പുറത്തേക്ക് പോയി തിരിച്ചകത്തേക്ക് വന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ തീർന്നു കഴിഞ്ഞു. ഈ ശരീരത്തിന്റെ എന്തായി? ശവമായി. ആ ശവമായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് ശിവം നമ്മളിൽ ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ശിവനെ ഓർക്കണം. ശിവൻ നമ്മളിൽ ഉള്ളപ്പോൾ നമുക്ക് ശിവനെ ഓർക്കാം. ശിവമൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം ക്ഷയിക്കാത്തത്? നമ്മൾ ആഹാരം കഴിച്ചതിനെയൊക്കെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ കഴിക്കുന്ന ആഹാരത്തെ യഥാസമയം ജഠരാഗ്നിയിൽ എത്തിച്ച് ദഹിപ്പിച്ച് അത് സപ്തധാതുക്കളാക്കി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് ശരീര അവയവങ്ങളെ പുഷ്ടിപ്പെടുത്തുന്ന പ്രക്രിയ നിർവഹിക്കുന്നത് ആരാണ്? ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒറ്റ ഉത്തരം എന്താണ്? നമ്മുടെ ഉള്ളിൽ അകത്തും പുറത്തുമുള്ള അല്ലെ, അകവും പുറവും നിന്നും മഹിമാവാർന്ന ആ ദിവ്യമായിരിക്കുന്ന ചൈതന്യം അത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് പക്ഷെ കാണാൻ സാധിച്ചു വരില്ല. പക്ഷേ അകക്കണ്ണുകൊണ്ട് അനുഭവിക്കുവാനും നമുക്ക് സാധിക്കുന്ന ഒന്നാണ് ഈ ഈശ്വരീയ ശക്തി എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്, കിട്ടിയ സമയം നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വര ചിന്തയിൽ കഴിയണം. അപ്പൊ എല്ലാവരോടും പറയും ഈശ്വര ചിന്ത കഴിഞ്ഞാൽ മതിയോ? വല്ലതും കഴിക്കണ്ടേ? ആര് പറഞ്ഞു? ഈശ്വര ചിന്തയിൽ കഴിയുമ്പോൾ ജോലി ചെയ്യുന്നവരെല്ലാം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഭഗവാൻ പറഞ്ഞിരുന്ന വാക്കുകൾ എന്താണ്? നീ ഏത് കർമ്മം ചെയ്യുമ്പോഴും മനസ്സിൽ എന്നെ കണ്ടാൽ മതി. മനസ്സിലായില്ലേ? ഏത് ജോലി ചെയ്യുമ്പോഴും നിനക്ക് ഈശ്വര ചിന്തയോടുകൂടി ചെയ്യാം. അല്ലെങ്കിൽ നിനക്ക് ധർമ്മം പാലിക്കാം. ധർമ്മപാലനം പോലും ഈശ്വരനെ അറിയുന്നതിന്റെ ഭാഗമാണ്. ഇതൊക്കെ ഭഗവത്ഗീതയിലും നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിലും ആധികാരികമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വ്യക്തമായി പറയുന്നു, നിത്യാനന്ദത്തെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും പാലിക്കേണ്ടത് എന്താണ്? മറ്റൊന്നുമല്ല, സദാ സമയവും ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ് പറയുക. ആ മനുഷ്യന്റെ ഓരോ ആയുസ്സിലും ലഭിക്കുന്ന നന്മകൾ അത് ഈശ്വരീയമായിരിക്കട്ടെ. കൈകൾ ഈശ്വര വേല ചെയ്യുവാൻ പ്രാപ്തമാവട്ടെ. കാലുകൾ ഈശ്വര ഭാവങ്ങൾ ദർശിക്കുവാൻ പോകുന്നതിനുള്ള പാദങ്ങളായി മാറട്ടെ. മനസ്സ് ഈശ്വര ചിന്ത കൊണ്ട് നിറയട്ടെ. ഹൃദയം ഈശ്വര ഭാവത്താൽ നിറയട്ടെ. കണ്ണുകളിൽ കാണുന്നത് ഈശ്വരഭാവമാവട്ടെ എന്ന് പ്രഹ്ലാദൻ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഇതെല്ലാം മഹാവിഷ്ണുവിന്റെ അനുഗ്രഹമാണ്, നാരായണന്റെ അനുഗ്രഹമാണ് എന്ന് പറയുകയാണ്. എന്ന് മാത്രവുമല്ല, നമ്മുടെ മനുഷ്യന്റെ ഓരോ കാലഘട്ടം നോക്കുക. ബാല്യമുണ്ട്,
അല്ലേ? കൗമാരമുണ്ട്, അത് കഴിഞ്ഞാൽ യൗവനമുണ്ട്, വാർദ്ധക്യമുണ്ട്. ഈ പ്രായത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ പ്രായം ഏതാണ്? ഈശ്വര കാര്യങ്ങൾ പഠിക്കാനും ഈശ്വര കാര്യങ്ങൾ അറിയുവാനും ഒക്കെ പറ്റിയ പ്രായം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഇരിക്കുന്നവർക്കെല്ലാം വ്യത്യസ്ത അഭിപ്രായമായിരിക്കുമുള്ളത്. പക്ഷെ പ്രഹ്ലാദൻ പറയുന്നൊരു വാക്കുണ്ട്, എന്താണ്? എല്ലാവർക്കും എല്ലാ പ്രായത്തിലും എല്ലാം ചെയ്യാമെന്നിരിക്കെ ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത് യൗവനം. കാരണം എന്താണ്? ബാല്യവും കൗമാരവും പരസഹായം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. വാർദ്ധക്യമായാലും പരസഹായം ഉണ്ടെങ്കിൽ നമുക്ക് വല്ലതും ചെയ്യാൻ സാധിക്കും. പക്ഷേ നല്ല ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രായമാണ് യൗവനം. സ്വന്തമായി തീരുമാനമെടുക്കാം, എടുക്കുന്ന തീരുമാനം നടപ്പാക്കുവാൻ പ്രയത്നിക്കുന്നതിനുള്ള ആയുസ്സും ആരോഗ്യവും ഉണ്ടാകുന്ന പ്രായമാണ് ഏത്? യൗവനം. അതുകൊണ്ട് തന്നെ ആ യൗവനം വളരെ ശ്രദ്ധിക്കണമെന്നാണ് പ്രഹ്ലാദൻ പറയുക. പക്ഷെ ഇന്നെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യൗവനത്തിങ്കൽ അഹങ്കാരയുക്തരായി അങ്ങനെ നടക്കുകയാണ്, ഇല്ലേ? താൻ ആരാണെന്ന് അറിയുന്നില്ല, തന്റെ ലക്ഷ്യമെന്തെന്ന് അറിയുന്നില്ല. കേവലം തന്റെ മുമ്പിൽ വന്നു കൂടുന്ന വിഷയങ്ങളിൽ എങ്ങനെ കൂടുതൽ ആസക്തരായി മാറാമെന്ന് ചിന്തിച്ചുകൊണ്ട് യൗവനത്തെ തച്ചുടച്ചു കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് മാതാവിനെയും പിതാവിനെയും പോലും വധിക്കാൻ മടിക്കാത്ത യൗവനങ്ങൾ ഇന്ന് വളർന്നു വരുന്നു, ഇല്ലേ? ആലോചിച്ച് നോക്കൂ. എല്ലാവിധമായ ലഹരിക്കും അടിമപ്പെടുന്ന യൗവനം ഇന്ന് വളർന്നു വരുന്നു. അതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ശരിയായ മാനസിക ബോധത്തിലേക്ക് എത്തിക്കുവാൻ ഈ യൗവനത്തിനെ ഉപയോഗപ്പെടുത്തിയില്ല. പക്ഷേ പ്രഹ്ലാദൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ബാല്യകാലത്തെ തന്നെ ഭാഗവത ധർമ്മനീതികൾ പാലിച്ചു കൊള്ളണം. അവിടെ പറയുന്നു, ഒരു രക്ഷകർത്താവിന്, ഒരച്ഛന്, ഒരമ്മയ്ക്ക് തന്റെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? പലരും കൈക്കൂലി മേടിച്ചും പലതരത്തിൽ അധർമ്മ മാർഗത്തിൽ ധനം സമ്പാദിച്ചും തന്റെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടുന്നത് കാണുന്ന ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഏത് ദുർമാർഗത്തിൽ കൂടിയായാലും ധനം സമ്പാദിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആ മനസ്സിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ജീവഭാവം എന്തായി മാറും നമുക്കറിയാം. അതുകൊണ്ട് അധർമ്മ മാർഗത്തിൽ കൂടി ധനം സമ്പാദിച്ച് ധനമാണ് വലുതെന്ന് പറയുന്ന ഹിരണ്യകശിപു ബുദ്ധി കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാതെ ധർമ്മബോധം പകർന്നു കൊടുക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അതൊന്നും ഉണ്ടാവുന്നില്ല. പ്രത്യേകിച്ചും ഹൈന്ദവ സമൂഹത്തിൽ ആധ്യാത്മികതയോ ധർമ്മബോധമോ പകർന്നു കൊടുക്കുന്ന ശീലം ഇല്ല. പണ്ട് വീടുകളിൽ നാമജപം ഉണ്ടായിരുന്നു. ആ നാമജപമൊക്കെ ക്രമേണ കുറഞ്ഞു വന്നു. നാമജപം വീടിന് കവചമായിരുന്നു. ഇന്നതൊക്കെ കുറഞ്ഞു വന്നു. മാത്രവുമല്ല, ഒരു കുട്ടിയോട് നമുക്ക് പോയി നാമം ജപിക്കുന്നു പറഞ്ഞാൽ അവൻ ജപിക്കും. പക്ഷെ യൗവനമായാൽ പിന്നെ അവനതിന് തയ്യാറാവില്ല. ഓരോ സപ്താഹയജ്ഞശാലകളും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ ആധ്യാത്മിക പദ്ധതികൾ പരിശോധിച്ചാൽ മനസ്സിലാവും, യുവാക്കളുടെ എണ്ണം അവിടെ കേൾക്കാൻ വളരെ കുറവാണ്. എന്തുകൊണ്ട് പറയുന്നു? അവരിൽ ആ സമയത്ത് ഉണ്ടാവുന്നത് ഞാൻ എന്ന ഭാവമാണ്. ഞാൻ അങ്ങനെ വല്ലവരുടെ മുമ്പിൽ പോയി ഇത് കേൾക്കേണ്ട കാര്യമില്ല എന്ന ഒരു അധമ ചിന്തയുണ്ട്. അതും ഹൈന്ദവരിൽ മാത്രമേ ഉള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? ഓർക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ യൗവനം. പക്ഷെ മാതാപിതാക്കൾ ചെയ്യേണ്ടുന്ന, കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് ജ്ഞാനമാണ്, അറിവാണ്. ആ അറിവ് അപ്പോൾ ഞങ്ങൾ കുട്ടികളെ വിടുന്നുണ്ട്, BA പഠിപ്പിക്കുന്നുണ്ട്, MA പഠിപ്പിക്കുന്നു, ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നു. അതൊന്നും മോശമല്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദുർമാർഗ ഭാവം നിർവഹിക്കുന്നത് സാധാരണക്കാരനായ കൃഷിക്കാരനാണോ അതോ ഉന്നത വിദ്യാഭ്യാസം നേടിയെന്ന് ധരിച്ച് വലിയ സർട്ടിഫിക്കറ്റുകൾ കക്ഷത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഉന്നതന്മാരാണോ? ഏറ്റവും കൂടുതൽ അഴിമതിപ്പെടുന്ന ആരാണ്? സാധാരണക്കാരനായ കൃഷിക്കാരനാണോ അതോ ഉന്നത ഉദ്യോഗസ്ഥന്മാരാണോ? നമ്മൾ ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് ഇന്ന് നേടുന്ന വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയും ആധ്യാത്മിക ജ്ഞാനത്തിന്റെ പ്രസക്തിയും കൂടി നമ്മൾ വ്യത്യസ്തപ്പെടുത്തി തിരിച്ചറിയേണ്ടുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് ഒന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പ്രഹ്ലാദൻ ഇവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്. നോക്കൂ, യൗവനം എന്ന് പറയുന്നത് നശിപ്പിച്ച് കളയാനുള്ളതല്ല. വീണാൽ ഉടഞ്ഞു പോകുന്ന ഒരു കുപ്പി ഗ്ലാസ് ആണ് യൗവനം. അതുകൊണ്ട് തന്നെ അത് വീണുടഞ്ഞതിന് ശേഷം പിന്നെ ഒട്ടിച്ചെടുത്താലൊന്നും പൂർണ്ണമാവില്ല. അത് ഉടഞ്ഞു പോകാതിരിക്കുവാൻ ബാല്യത്തിലെ ശ്രദ്ധ വേണം. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ പറഞ്ഞത്, അല്ലയോ കൂട്ടുകാരെ, ബാല്യത്തിൽ തന്നെ എന്ത് വേണം? ഭാഗവത ധർമ്മനീതികൾ പാലിച്ചു കൊള്ളുക വേണം. ഏതെങ്കിലും ഒരു അച്ഛനമ്മമാർക്ക് ഈ ചിന്തയുണ്ടോ? എൻ്റെ കുട്ടി
വിദ്യാലയത്തിൽ ഭൗതിക സാഹചര്യം പഠിക്കാൻ പോകുമ്പോൾ അവന്റെ ആധ്യാത്മിക വശത്തെ കൂടെ പഠിപ്പിക്കണമെന്ന് ചിന്തിക്കുവാൻ എത്ര അച്ഛനമ്മമാർക്ക് സാധിക്കുന്നു? നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ കുട്ടികളൊക്കെ ഉയരങ്ങളിൽ പറക്കണമെന്ന്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പക്ഷി ഉയരങ്ങളിൽ പറക്കണമെങ്കിൽ അതിന്റെ 2 ചിറകിനും തുല്യ ശക്തി ഉണ്ടാവണ വേണ്ടയോ? അതുകൊണ്ട് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ഒരു ചിറക് മാത്രമേ ശക്തിപ്പെടുത്തുന്നുള്ളൂ, മറ്റേ ചിറക് തളർന്നു പോകുന്നു. ആ ഒരു ചിറക് തളർന്നു പോയ ഒരാൾക്കും ഒരു പക്ഷിക്കും ഉയരങ്ങളിൽ പറക്കാൻ സാധിക്കില്ല എന്ന വസ്തുത മാതാപിതാക്കൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നത് പോലെ തന്നെ ഭൗതികമായി നിങ്ങൾ ശരീരത്തെ കാണുമ്പോൾ ഈ ശരീരത്തെ നയിക്കുന്നത് ആത്മാവാണെന്നും ആ ആത്മീയ ഭാവത്തെ കൂടെ ആത്മാവിന് ബലം കൊടുക്കാൻ കഴിയണം. ആത്മബലമില്ലാത്തവൻ എത്ര ഉന്നത സ്ഥാനത്തെത്തിയാലും വല്ലതും നടക്കുമോ? നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയ ആളുകൾ പലരും തന്റെ ജോലി സ്ഥലത്ത് വന്നുകൂടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നിരന്തരം നമ്മൾ കേൾക്കുമ്പോൾ എന്തിന്റെ കുറവായിരുന്നു അവർക്കുണ്ടായിരുന്നത്? വിദ്യാഭ്യാസം കുറവുണ്ടായിരുന്നോ? ശമ്പളം കുറവുണ്ടോ? വലിയ വീടില്ലേ? എന്തിന്റെ കുറവാണ് അവർക്കുള്ളത്? തന്റെ മുമ്പിൽ വന്ന പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള ആത്മബലം ഇല്ല. അത് പകർന്നു കൊടുക്കാൻ കഴിയാത്ത രക്ഷകർത്താക്കൾ നിങ്ങൾ എത്ര ഉന്നത വിദ്യാഭ്യാസം കൊടുത്തിട്ടും അവരുടെ ജീവിതത്തിൽ അവർക്ക് ശാശ്വതമായ ഒരു സുഖമുണ്ടാകുമെന്ന് ധരിക്കുന്നെങ്കിൽ ആ ധാരണ അബദ്ധമാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് പ്രഹ്ലാദൻ പറഞ്ഞ ഈ വാക്കിന് മൂല്യം വരുന്നത്. ബാല്യത്തിൽ തന്നെ എന്ത് കൊടുക്കണം? ആത്മവിദ്യ കൂടി പകർന്നു കൊടുക്കണം എന്ന് പറയുന്നതാണ്. ആ 2 ചിറകും ഒരുപോലെ വളരട്ടെ, ആ ആളുകൾ ഉയരങ്ങളിലേക്ക് പറക്കും. ഇനി നിങ്ങൾ ഈ ലോകത്ത് ശ്രേഷ്ഠ ഭാവങ്ങളിൽ എത്തിയിരിക്കുന്ന ഉന്നതമായിരിക്കുന്ന ചിന്താഗതിയുള്ള ആളുകളെ ഒന്ന് ചിന്തിക്കൂ. ആരാണ് ആധ്യാത്മികത ഇല്ലാത്ത ആളുകൾ? ചിലരെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, അവർക്ക് പുറമേ കാണിക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ വലിയ ആധ്യാത്മിക വിശ്വാസവും താല്പര്യവും ഉള്ളവർ അവർ തന്നെയായിരിക്കും. അതിനുള്ള പഠനമൊക്കെ അവർ വേറെ നടത്തും. അപ്പൊ അതുകൊണ്ട് അയാളത് പഠിച്ചില്ലല്ലോ, അതുകൊണ്ട് എന്റെ മോൻ പഠിക്കണ്ട എന്ന് നിങ്ങൾ ധരിക്കുന്നെങ്കിൽ അവിടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ തെറ്റിയത് സാരം. അതുകൊണ്ടാണ് ഇവിടെ കൃത്യമായി നമ്മുടെ പ്രഹ്ലാദൻ പറയുന്നത്, യൗവനം വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം. ആസക്തി ഉണ്ടാകുന്ന കാലമാണ്, പ്രായമാണ്. അതായത് മുൻപിൽ കാണുന്ന ഓരോ വിഷയങ്ങളും യൗവനത്തെ അതിലേക്ക് ആകർഷിക്കും. അപ്പൊ ആ ആകർഷിക്കുമ്പോൾ ഇതെന്റെ ജീവിതത്തിന് ശരിയായി വരുന്ന കാര്യമല്ല എന്ന് തോന്നി അതിനോട് വൈരാഗ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ വിരക്തി തോന്നണം. അങ്ങനെ വിരക്തി തോന്നണമെന്ന് ഉപദേശിക്കുകയാണ്. അപ്പൊ ആ യൗവനം വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രഹ്ലാദന്റെ ഉപദേശത്തിന് വീണ്ടും വീണ്ടും പ്രസക്തി കൂടി വരികയാണ്. മൂഢന്മാരായിരിക്കുന്ന ആളുകൾ ധനത്തിന് വേണ്ടി ജീവിതം നശിപ്പിക്കും, അല്ലേ? ധനത്തിന് വേണ്ടി മാത്രം ജീവിക്കും. ഈ ധനം ഒടുവിൽ നമുക്ക് രക്ഷയ്ക്ക് എത്താറുണ്ടോ? എന്നുവെച്ചെങ്കിൽ ഇന്ന് ധനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒരാശുപത്രിയിൽ ചെന്ന് കയറിയാൽ ഞാൻ ആത്മവാദിയാണെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറും ചികിത്സിക്കില്ല. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞിട്ടൊന്നുമില്ല ധനം സമ്പാദിക്കണ്ടായെന്നൊന്നും. ധനസമ്പാദനത്തിനോടൊപ്പം ധർമ്മം കൂടി സമ്പാദിക്കണം. ധനവും ധർമ്മവും സമ്പാദിക്കുമ്പോഴേ ആ ധനത്തിനും ധർമ്മത്തിനും ഗുണമുണ്ടാവുകയുള്ളൂ. ധർമ്മത്തെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ധനസമ്പാദനം ഒരാളുടെയും രക്ഷയ്ക്ക് ഉതകില്ല എന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ധനാഗമനമായിരിക്കുന്ന മാർഗങ്ങൾ മാത്രമല്ല പകർന്നു കൊടുക്കേണ്ടത്. ഇന്നിപ്പോ നമുക്കറിയാം, വിദ്യാർത്ഥികളോട് എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ജോലി കിട്ടാനാണ്. ജോലി കിട്ടുന്നത് എന്തിനാണ്? ധനം ഉണ്ടാക്കാനാണ്. ധനം ഉണ്ടാക്കിയിട്ട് എന്താണ്? സുഖമായി ജീവിക്കാനാണ്. എങ്ങനെ ജീവിച്ചാലാണ് സുഖം കിട്ടുക? ആ ചോദ്യത്തിന് ഉത്തരം അവിടെ തീർന്നു. എങ്ങനെ ജീവിച്ചാലാണ് സുഖം കിട്ടുക? സുഖം തേടി തേടി അലയുന്നവരാണ് നമ്മൾ, അല്ലേ? എവിടെ കിട്ടും സുഖം? പണം കൊടുത്താൽ കിട്ടുന്നതാണോ സുഖം? ഇന്ന് അങ്ങനെയാണ്. പണം കൊടുത്താൽ കിട്ടാത്തതൊന്നുമില്ല. അച്ഛനും അമ്മയും, സ്വന്തം അച്ഛനും അമ്മയും ഒഴിച്ച് ബാക്കി എല്ലാം പണം കൊടുത്താൽ കിട്ടുമെന്ന് വെറുതെ പറഞ്ഞ് നടക്കുന്നവരാണ് നമ്മൾ. എവിടെയെങ്കിലും കടയിൽ പോയിട്ട് 2 കിലോ സുഖം തരണം കൊടുത്താൽ കിട്ടുമോ? നമ്മൾ ഓർക്കണം, ഉള്ളൂർ പാടിയ 4 വരി നമുക്ക് ഉത്തരത്തിൽ ഓർക്കുകയാണ്. സുഖം സുഖം ചോടിയതാകമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതെങ്ങെന്നു തിരഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹതാശമങ്ങൾ. അല്ലേ? സുഖം അതെവിടെ കിട്ടും? അതെവിടെ കിട്ടും? ഇങ്ങനെ അന്വേഷിച്ച് അവസാനം മരിച്ചു പോകുമ്പോഴും സുഖം അന്വേഷിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ എവിടെയാണ് സുഖം ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. കസ്തൂരിമാരുടെ കഥ പറഞ്ഞുകൊണ്ട് പറയുന്നു, ഉള്ളിൽ കസ്തൂരി വെച്ചുകൊണ്ട് ആ കസ്തൂരിയുടെ ഗന്ധം പുറത്തെവിടെ
അതിനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്ന കേവലം കസ്തൂരിമാനെ പോലെയാണ് മനുഷ്യൻ എന്ന് പറയുന്നു. എവിടെയുണ്ട് സുഖം? നമ്മളിൽ തന്നെയുണ്ട്. ആ സുഖം തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? ആത്മാവിനെ അറിയണം. ആത്മജ്ഞാനമുള്ളവന് സുഖമുണ്ട്. അതേ സംബന്ധമായ നിരവധി വിഷയങ്ങൾ നമുക്ക് ഏകാദശ സ്കന്ധത്തിലേക്ക് ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പണിയത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ, അല്ലെങ്കിൽ ശ്രീകണ്ഠൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് മറ്റൊന്ന് പറഞ്ഞത്, ഉദ്ധരേ ആത്മാനാത്മാനം ആത്മാനം അവസാനയെ. അവനവന്റെ ആത്മാവിനെ ഉദ്ധരിക്കേണ്ടത് ആരാണ്? അവനവനാണ്. വേറൊരാളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചാൽ ഏതല്ല നമ്മുടെ ആത്മാവ്. ആ ആത്മാവിനെ ഉദ്ധരിക്കണമെങ്കിൽ ആത്മജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. പ്രഹ്ലാദൻ ഉപദേശിച്ചതിൻ്റെയൊക്കെ ഈ കാലിക പ്രസക്തി നമ്മൾ വിട്ടുപോകരുത്. അതുകൊണ്ട് പ്രഹ്ലാദൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ വളരെ കൃത്യമായി കുടുംബ സദസ്സുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ ആകണം. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നത്തെ യൗവനം പ്രേമ ചാമ്പല്യങ്ങളിൽ പെട്ടുപോകുന്നു, അല്ലെ, മോഹിപ്പിക്കുന്നു. ആ മോഹത്തിന് പിന്നാലെ പോകുന്നു. അത് നമുക്കറിയാം. മോഹത്തിന് പിന്നാലെ പോകുമ്പോൾ മുമ്പിലെ കുഴി അറിയുന്നില്ല. ഇന്നത്തെ പെൺകുട്ടികളൊക്കെ സത്യത്തിൽ അവർക്ക് ആധ്യാത്മിക ബോധമില്ലാത്തതുകൊണ്ട് മാത്രമാണ് 18 വയസ്സ് വരെ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്നത് വരെ വളർത്തിയ മാതാപിതാക്കളെ ഇന്നലെ കണ്ട ഒരുവന് വേണ്ടിയിട്ട് തള്ളിപ്പറയാൻ പ്രേരിപ്പിക്കുന്നെങ്കിൽ ആ മാതൃ-പുത്രി ബന്ധം, ആ പിതൃ-പുത്രി ബന്ധത്തിന്റെ മഹത്വമൊന്നും ഈ കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്ക് സാധിച്ചില്ല. നീ പടി എന്ന് മാത്രം പറഞ്ഞു, അത് മാത്രമേ കൊടുത്തുള്ളൂ. മാത്രവുമല്ല, ഓർക്കണം, കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലെങ്കിൽ, ലഭിക്കേണ്ടവർക്ക് ലഭിക്കേണ്ട സമയത്ത് ലഭിച്ചില്ലെങ്കിൽ അത് രണ്ടും ദോഷമായിട്ട് തന്നെ ഭവിക്കും എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് കുടുംബത്തിൽ അത്യാസക്തന്മാരായവർ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ വരുന്നവരും ആരായി മാറും? അങ്ങനെ തന്നെയായി മാറും. പണ്ടൊരിക്കലൊരു ഡോക്ടർ ഒരു മാനസിക ചികിത്സ നടത്തുന്ന ആളാണ്. ഞാനത് പറയുമ്പോൾ ഓർക്കണം, ഈ മനസ്സെന്ന് പറയുന്ന വസ്തുവിനെ ഇന്നുവരെ ഒരു ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടോ? എവിടെയായിരിക്കണം മനസ്സ്? ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ മനസ്സ് ഇന്നടുത്താണ് ഇരിക്കുന്നതെന്ന്? ആ കണ്ടുപിടിച്ചിട്ടില്ലാത്ത വസ്തുവിന് പോലും ചികിത്സിക്കാൻ ശാസ്ത്രമുണ്ട്, അല്ലേ? എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാത്ത മനസ്സിനെ ചികിത്സിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് ഓർക്കണം. എന്നിട്ട് അവർ തന്നെ ചോദിക്കും, ഈശ്വരൻ എവിടെയാണ്? ഇല്ലേ? ആലോചിച്ച് നോക്കുക. അപ്പൊ അത്തരത്തിലൊരു ആള് ഒരു അമ്മയുടെ പരാതി കേൾക്കുകയാണ്. അമ്മ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണെന്ന് നോക്കുക, സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറാണ്. അപ്പൊ ആ സാറിനോട് ഈ അമ്മ വിളിച്ച് പറയാണ്, സാറേ, എൻ്റെ മോൻ സ്കൂളിൽ വന്നിട്ട് വരുമ്പോഴെല്ലാം അവരുടെ കയ്യിൽ ഒരു പെൻസിൽ ഉണ്ടെന്ന് പറഞ്ഞു. അവരിങ്ങനെ മറ്റു കുട്ടികളുടെ പെൻസില് മോഷ്ടിച്ചുകൊണ്ട് വരികയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ എടുക്കുന്നതെന്ന്. ഓ, അത് ഞാൻ എടുത്തോണ്ട് വരുന്നുള്ളൂ, എൻ്റെ പെൻസിൽ കളഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും എടുത്തു. എല്ലാ ദിവസവും ഓരോരുത്തരെയും പെൻസിൽ എടുത്തോണ്ട് വരിക. കുട്ടികൾ പരാതി പറച്ചിലായി. അവസാനം സാറ് ഈ അമ്മയെ വീണ്ടും വിളിച്ച് പറയാണ്, നിങ്ങളുടെ മകനെ ഒന്ന് ഉപദേശിക്കണം കേട്ടോ. അപ്പോഴാണ് ഈ സാറിനോട് ഈ അമ്മ പറയുന്നു, സാറേ, അവൻ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. സാറിനറിയാമോ അവനോട് എന്തിൻ്റെ കുറവാ? ഇഷ്ടം പോലെ പെൻസിലുണ്ട്. ഞാനാണെങ്കിൽ ഓഫീസിൽ പോയിട്ട് വരുമ്പോൾ അവിടുന്ന് ആവശ്യം പോലെ പെൻസിലും പേനയും ഒക്കെ എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അവൻ എപ്പോൾ വേണേലും എടുത്തോണ്ട് പോകാം. അവൻ എന്തിനായി മറ്റുള്ളവരുടെ പെൻസിൽ എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. അപ്പൊ സാർ അങ്ങോട്ട് പറഞ്ഞു, ഇപ്പൊ അവ എന്തുകൊണ്ടാണ് പെൻസിൽ എടുക്കുന്നതെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി കാണുമല്ലേ? സർക്കാർ ഓഫീസിൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത പെൻസിലും പേനയൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അതെടുത്ത് മോനോട് കൊണ്ടുപോകാൻ പറയാം. മോട്ടിച്ച് കൊണ്ടുവെക്കുന്ന വസ്തു മോനെ കൊണ്ട് കൊടുക്കുകയും അവൻ മോട്ടിക്കാതിന് എന്ത് ചെയ്യും? മനസ്സിലാക്കില്ലേ? മുമ്പേ നടക്കുന്ന ഗോപുതന്റെ പിമ്പേ നടക്കും ബന്ധുക്കളല്ല എന്നതുപോലെയാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശീലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ചില ആഹാരങ്ങൾ പോലും ഉണ്ട്. ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ആഹാരം മേടിച്ച് കഴിച്ചാൽ അറിയാൻ നമ്മൾ ദുഷ്ടനായി പോകുന്ന പറയാം. അങ്ങനെയുള്ള കഥകൾ നമുക്ക് നിരവധി കേൾക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് സാത്വിക ഭക്ഷണം കഴിക്കണമെന്നൊക്കെ പറയുന്നത്. ഇപ്പൊ എന്തായാലും ഇവിടെ ഈ പറയുന്ന അത്യാസക്തന്മാരായിരിക്കുന്ന ആളുകളാണ് ഗൃഹത്തിലുള്ളതെങ്കിൽ അതിന് പിന്നാലെ വരുന്നവരും ഏറെക്കുറെ അങ്ങനെ തന്നെയായി മാറുന്നു. അല്പവ്യത്യാസം വരുന്നത് അയാളുടെ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് ഭാഗവതവും ഭഗവത്ഗീതയും അല്ലെങ്കിൽ ആധ്യാത്മികമായ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് ചെറിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ടതുണ്ട്. ഓർക്കുക, കുടുംബത്തിൽ അത്യാസക്തരായ അത്യാഗ്രഹിയാണ്. തനിക്കുള്ളത് പോരാഞ്ഞ് പരധനത്തെ അപഹരിക്കുന്ന രീതിയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒട്ടനവധിയായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രഹ്ലാദൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ചെറിയ സമയം വളരെ കുറവാണ്. നമുക്ക് 1 മണിക്ക് പോകേണ്ടവരാണല്ലേ? അങ്ങനെയാണല്ലോ ഇവിടെ വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നത്. ഞാനെതിരല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്,
നേരത്തെ പറഞ്ഞതുപോലെയുള്ളൂ. കിട്ടേണ്ട സമയത്ത് കിട്ടുമ്പോൾ വാങ്ങിയില്ലെങ്കിൽ പിന്നെ കിട്ടുമെന്ന് പറഞ്ഞാൽ രക്ഷയില്ല, ഇല്ലേ? മാറ്റി വയ്ക്കാൻ പറ്റുന്നത് മാറ്റി വെച്ചെങ്കിലേ ചിലതൊക്കെ നേടാൻ പറ്റൂ. ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞു, ത്യാഗം അനുഭവിച്ചെങ്കിലേ ചില സുഖങ്ങളും ചില സന്തോഷങ്ങളും ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ്. എന്തായാലും അവിടെ ഇത്തരത്തിൽ പ്രഹ്ലാദൻ കുട്ടികളോട് വളരെ നല്ല നിലയിൽ ഉപദേശിക്കുകയാണ്. അല്ലയോ പ്രിയ സ്നേഹിതന്മാരെ, അതുകൊണ്ട് ഈ ഭൗതികമായ വിഷയങ്ങളോടുള്ള അമിതമായ ആസക്തി നിങ്ങൾ ഉപേക്ഷിക്കണം. നിരവധിയായ വിഷയങ്ങൾ പറയുന്നു. അക്കൂട്ടത്തിൽ പറയുന്ന ഒന്നാണിത്, സർവാഭയപ്രദനായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണനിൽ മനസ്സുറപ്പിക്കുക. ഇതാണ് പ്രഹ്ലാദൻ നൽകുന്ന ഉപദേശം. അതുകൊണ്ട് യൗവനവും വാർദ്ധക്യവും ബാല്യവും ബഹുമാനവും ഒക്കെ തന്നെ നമുക്ക് വന്നു പോകുമ്പോൾ ഓർക്കണം, അതിലെ യൗവനം എന്ന ഭാവത്തിന് ഊർജം പകരാൻ ബാല്യത്തിലെ ആധ്യാത്മിക സംസ്കാരം പകർന്നു കൊടുക്കണം. ആ ആധ്യാത്മിക സംസ്കാരം പകർന്നു കൊടുക്കാത്ത, അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് ആധ്യാത്മിക ജ്ഞാനം പകർന്നു കൊടുക്കാത്ത മാതാപിതാക്കളാണ് ശരിക്കും ആ കുട്ടികളുടെ യഥാർത്ഥ ശത്രുക്കൾ. മനസ്സിലായി? അപ്പൊ ഈ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഇതുപോലുള്ള കെട്ടിടങ്ങളുണ്ട്, മറ്റു പല കാര്യങ്ങളുണ്ട്. അവിടേക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ കുട്ടികളെ കൈക്ക് പിടിച്ചു വരാൻ എത്ര അച്ഛനമ്മ തയ്യാറാകും? അടുത്ത ഡയലോഗ് എന്താണ്? ആകെപ്പാടെ ആഴ്ചയിൽ ഒരു ദിവസമേ കിട്ടുന്നുള്ളൂ. ആ ഒരു ദിവസം ഒന്ന് ഉറങ്ങണം, മറ്റു കാര്യങ്ങൾക്ക് പോകണം, കല്യാണത്തിന് പോകണം. അതെ, ആ ഒരു ദിവസമേ നിങ്ങൾക്ക് അതിന് പറ്റൂ. മറ്റൊരു ദിവസവും നിങ്ങൾക്കതിന് താല്പര്യമില്ല. എന്നാൽ ആ ഒരു ദിവസം ഈശ്വരഭാവത്തിന് വേണ്ടി നമുക്ക് 6 ദിവസവും ആയുസ്സും ആരോഗ്യവും നിലനിർത്തിയ ഭഗവാന് വേണ്ടി ഒരു ദിവസം മാറ്റി വയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലയോ? ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഭഗവാനോട് ചെന്ന് തായേ എന്ന് പറയുന്നതിൽ അർത്ഥവുമുണ്ടോ? നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരാഴ്ചയിൽ 7 ദിവസം 168 മണിക്കൂർ ഉള്ളതിൽ ആഴ്ചയിൽ 2 മണിക്കൂർ സമയമെങ്കിലും ആധ്യാത്മികമായ കാര്യത്തിന് മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകാറുണ്ടോ? അങ്ങനെ തയ്യാറാകാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഭഗവാനോട് എന്ത് കടപ്പാടാണുള്ളത്? നമ്മുടെ ഈ ശരീരത്തെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ ആത്മാവിനോട് നമുക്ക് എന്ത് ബാധ്യതയുള്ളത്? എന്തെങ്കിലും ബാധ്യതയുണ്ടോ? എന്തിനു പറയണം, എന്നെ കേൾക്കാനിരിക്കുന്ന ഈ ആളുകളുടെ ഇടയിൽ എത്ര പേരുടെ വീട്ടിൽ ഭഗവത്ഗീതയുണ്ട്? എന്നെ കേൾക്കാനിരിക്കുന്ന ഈ വീട്ടിലിരിക്കുന്ന ആളുകളുടെ എത്ര പേരുടെ വീട്ടിൽ ഭാഗവതമുണ്ട്, രാമായണമുണ്ട്? എന്തേ ഇതൊന്നും വേണ്ടായോ? ഇതൊന്നും വാങ്ങാനോ ഇതൊന്നും വായിക്കാനോ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ദേവനോട് എന്ത് ബന്ധമാണുള്ളത്? അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കുക. കിട്ടിയ അവസരത്തെ നന്നായി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് തന്നെയാണ് പ്രഹ്ലാദൻ പറഞ്ഞ്, ലഭിച്ച മനുഷ്യ ജന്മം സാർത്ഥകമാകണമെങ്കിൽ അതിന് ആത്മജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. ആ ആധ്യാത്മിക ജ്ഞാനം നേടുന്നതിനുള്ള ഉപാധികളിൽ ഒന്ന് മാത്രമാണ് ഇതുപോലുള്ള യജ്ഞങ്ങൾ. മറ്റ് നിരവധി മാർഗങ്ങളുണ്ട്. ആ നിരവധി മാർഗങ്ങൾക്ക് പോകുമ്പോൾ ജ്ഞാനത്തിന് പകരം മറ്റു പലതുമാണ് പ്രാധാന്യമെന്ന് ചിന്തിച്ചു പോയാൽ കുറ്റപ്പെടുത്താൻ പറ്റും. ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും നമുക്കറിയില്ല. ഇന്നത്തെ കുട്ടികളോട് ക്ഷേത്ര പദ്ധതി ചോദിച്ചാൽ പരീക്ഷ വരുമ്പോൾ പോയി പ്രാർത്ഥിക്കേണ്ട, ജയിപ്പിക്കണേ ഭഗവാൻ എന്ന് വിളിക്കുന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പേന പൂജിച്ച് കിട്ടും, അതുകൊണ്ട് എഴുതിയ ജയിക്കുമെന്ന് അത്തരം അന്ധവിശ്വാസങ്ങൾ പഠിപ്പിച്ചു വെച്ചിരിക്കുക നമ്മൾ. അത് അന്ധവിശ്വാസം തന്നെയാണ്. നിങ്ങൾ പഠിച്ചെങ്കിലേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റൂ. മനസ്സിലില്ലാത്തതൊന്നും എഴുതാൻ പറ്റില്ല. പേനയല്ല പരീക്ഷ എഴുതുന്നത്. വളരെ ധാരണ എന്താണ്? പേനയാണ് പരീക്ഷ എഴുതുന്നത്. പേനയല്ല പരീക്ഷ എഴുതുന്നത്, പേന കൊണ്ടാണ്, ഇല്ലേ? പേന കൊണ്ട് പരീക്ഷ എഴുതാം. പക്ഷേ നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും ഉണ്ടെങ്കിലേ ഒക്കൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭൗതികമായ തലത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അറിവ് നേടുക. അവിടെ ഉറച്ചിരിക്കും. അതിന് മാറ്റമൊന്നുമില്ല. അങ്ങനെ നന്നായി പഠിച്ചിട്ട് ആ ഈശ്വര വിശ്വാസത്തോടുകൂടി, ഈശ്വര ധ്യാനത്തോടുകൂടി. ഇപ്പൊ നിങ്ങൾ ഈശ്വര വിശ്വാസത്തോടുകൂടി പഠിച്ചില്ലെങ്കിൽ പഠിപ്പ് നടക്കത്തില്ലേ? ഇല്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ ഏതൊന്നിനെയും ഈശ്വരനെ കാണാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. സനാതന ധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? സർവ്വതിലും ഈശ്വരനെ കാണാൻ. നേരത്തെ പറഞ്ഞില്ലേ, മമൈവാംശോ ജീവലോകേ, ഞാനില്ലാത്തതൊന്നും ഈ ലോകത്തില്ല. നിനക്ക് എന്നെ ഏത് രൂപത്തിലും കാണാം. യഥാമാം പ്രപദ്യത്തെ തദൈവ ഭജാമ്യഹം. നിനക്ക് എന്നെ എങ്ങനെ വേണേലും ഭജിക്കാം. യോ യോ യാം തനും ഭക്ത ശ്രദ്ധയാർച്ചിരിച്ചതി. ആരാരേതേത് ഭാവത്തിൽ
ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ അടുക്കലേക്ക് എത്തുന്നു, ഭഗവാനെ ചിന്തിക്കുന്നു, അതേ രൂപത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തും. കാരണം എനിക്ക് എല്ലാ രൂപവും എന്റേതാണ്. ഇങ്ങനെ സർവ്വസമത്വവും സർവ്വ സഹോദരിയും ഒക്കെ പറയുന്ന ധർമ്മം സനാതന ധർമ്മം അല്ലാതെ വേറൊന്നുമില്ല. നിനക്ക് ഏത് പേരിൽ വേണം എന്നെ വിളിക്കാം. രാമായണത്തിൽ പറയുന്നു, നാമരൂപാദികൾക്കല്ല ഗുണഗണ ഭേദമെന്നത്രേ ബുധജനം. ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കാം, ഇതിലൊന്നിനും വ്യത്യാസമില്ല. പക്ഷെ ഒരു കാര്യം തിരിച്ചറിവുണ്ടാവണം, ഈ ശരീരത്തെ നയിക്കുന്നത് ഒരു ആത്മഭാവമാണ്, അത് ജീവാത്മാവാണ്, അത് പരമാത്മാവിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയണം. ഈ ജീവാത്മാവ് എത്രയും വേഗം പരമാത്മാവിലേക്ക് എത്താനുള്ള ആ ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ പരമാത്മാവിലേക്ക് എത്താനുള്ള മാർഗം എന്തെന്ന് ചോദിച്ചാൽ ധർമ്മം മാത്രമാണ്, അല്ലേ? ധർമ്മമാർഗത്തിലുള്ള ജീവിത വ്യവസ്ഥയാണ്. അതാണ് പരോപകാരമേ പുണ്യം, പാപമേ പരമീഠനം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രകടാനോപദേശം എന്ന് പറയുന്നത് വലിയ ഭാഗമാണ് കേട്ടോ. അത് ഞാനൊരു സൂചന മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ സൗകര്യം പോലെ സമയം പോലെ വീട്ടില് ചെന്ന ഈ ഗ്രന്ഥം ഒന്ന് വാങ്ങി വായിക്കാൻ ശ്രമിക്കണം. വായിക്കാൻ കഴിഞ്ഞാൽ നമുക്കും ആ പ്രകടാതനെ പോലുള്ള ചിന്താധാരയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ ഈ ധർമ്മവും അർത്ഥവും നാമവും മോക്ഷവും എന്താണെന്നൊക്കെ നമ്മളൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതൊക്കെ നമ്മൾ ഇത് രണ്ടെണ്ണം പോയിരിക്കുക. ധർമ്മവുമില്ല, മോക്ഷവുമില്ല, ഇടയ്ക്കുള്ള രണ്ടെണ്ണം ഇഷ്ടം പോലെ. എന്താണ്? അർത്ഥവും കാമവും ഉണ്ട്. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഇത് രണ്ടുമല്ല, ഇതിനപ്പുറവും ഇപ്പുറവും കവചമായിട്ട് രണ്ടെണ്ണം ഉണ്ട്. ധർമ്മവും മോക്ഷവും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാണ് ധർമാർത്ഥ കാമമോക്ഷങ്ങളെ സാധിക്കാൻ നമുക്ക് സാധിക്കണം. ഭഗവാൻ എവിടെ വസിക്കുന്നു എന്ന് ചോദിച്ചാൽ എവിടെയാണ്? എല്ലായിടത്തും ഉണ്ട്. അടുത്തിടയ്ക്ക് പലപ്പോഴും ചോദിക്കും, ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് നമ്മളൊക്കെ പറയും, ഇല്ലേ? കാണിച്ചു തരാമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗ്യാസ് പോയി, പിന്നെ നമുക്ക് ഉത്തരവില്ല. അങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മളുടെ മുമ്പിൽ ചില ആളുകൾ പരിഹസിക്കും, ഈശ്വരനില്ല. ഒരു വസ്തു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിച്ചു. പിന്നെ കാണിക്കാനെടുക്കാൻ പോട്ടെ, ഗുണം പറയേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടെന്ന് പറഞ്ഞാലോ അതിന്റെ ഗുണം പറയണം, അതിന്റെ രീതി പറയണം, എവിടെ ഇരിക്കുന്നെന്ന് പറയണം, ഇല്ലേ? അതുകൊണ്ട് മടിയന്മാരും അടസന്മാരുമായ ആളുകൾ അമ്പലത്തിൽ പോയാലും പ്രാർത്ഥിക്കാൻ പോയാലും ഈശ്വരനുണ്ടെന്ന് ചോദിച്ചാൽ അതൊന്നും ഇല്ലടേ, പിന്നെ എല്ലാവരും പോകുന്നു, ഞാൻ കൂട്ടത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ് തടി തപ്പുന്ന ഏർപ്പാടാണ്. പക്ഷെ അങ്ങനെയല്ല. തീർച്ചയായിട്ടും ഈ ചോദ്യം ചോദിക്കുന്നവരോട് നമുക്കൊരു ചോദ്യം തിരിച്ചു ചോദിച്ച് അവരെ കൊണ്ട് തന്നെ ഇത് വരുത്തിക്കാറുണ്ടെന്നാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ചോദിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഈശ്വരനുണ്ടോ എന്ന് ചോദിക്കുന്ന യുക്തിവാദിയോടോ അല്ലെങ്കിൽ നിരീശ്വരവാദിയോടോ ഒരിക്കലും വിദ്വേഷം തോന്നരുത്. അവരെ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കണം. എന്നിട്ട് എന്ത് വേണം? അവരോട് തിരിച്ചൊരു കാര്യം ചോദിച്ചാൽ മതി. ഒരു ഗ്ലാസ് പാലെടുത്ത് വെക്കുക. അവരോട് പറയണം, ഈ പാലിൽ നിന്നാണല്ലോ നെയ്യ് ഉണ്ടാക്കുന്നത്. ഈ പാലിൽ നെയ്യൊന്ന് കാണിച്ചു തരാം. ചുമ്മാ ചോദിച്ചാൽ മതി. പാലിൽ നമ്മൾ പാലല്ലേ കാണുന്നുള്ളൂ, അത് നെയ്യ് കാണാൻ പറ്റുമോ? പക്ഷെ പാലിൽ നെയ്യില്ലേ. അപ്പൊ അവരെന്താ പറയുക? അതെങ്ങനെയാ? പാലിൽ നെയ്യ് ഉണ്ടെങ്കിൽ അത് നെയ്യാക്കി എടുക്കണമെങ്കിൽ അതിന് ചില പ്രോസസ്സുകൾ ചെയ്യണം. എന്താ പ്രോസസ്സ്? ആദ്യം അത് തിരിച്ച് അത് തൈരാക്കണം, ഇല്ലേ? ആ തൈരിനെ പിന്നെ കലക്കി കശിരി എടുത്ത് മോരും ആക്കുന്ന സമയത്ത് വെണ്ണ എന്ന് പറയുന്ന സാധനം വേർതിരിഞ്ഞ് വരും. ആ വെണ്ണ എടുത്ത് നമ്മൾ ഉരുക്കി നെയ്യാക്കി മാറ്റണം. അപ്പം നെയ്യ് കിട്ടുമെന്ന് പറയും. അപ്പം നമ്മൾ അങ്ങോട്ട് ഇത്രയും പറഞ്ഞാൽ മതി. ശരിയാ കുഞ്ഞെ നീ പറഞ്ഞത്, ഇത്രയും പണി ചെയ്താൽ മതി ദൈവത്തെ കാണാം. കാരണം ഈ പ്രപഞ്ചത്തിൽ ദൈവമുണ്ട്, ഈശ്വരനുണ്ട്. അതിനെ അറിയണമെങ്കിൽ എന്ത് വേണം? ഈ പാല് നെയ്യാക്കി മാറ്റാൻ ചെയ്തതുപോലെയുള്ള ചില ആധ്യാത്മിക പ്രോസസ്സുകളുണ്ട്. ധ്യാനം, നാമജപം, ഇല്ലേ? അതിന് ചില വ്രതങ്ങൾ, സഹിഷ്ണുത, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ആ പ്രോസസ്സ് നീ നിർവഹിച്ചാൽ നിനക്ക് ആരെ അനുഭവിക്കാം? ഈശ്വരനെ അനുഭവിക്കാം. ഇനി അതിന്റെ മറ്റൊരു ഉദാഹരണം കൂടെ പറയുമ്പോൾ, ഉദാഹരണത്തിനല്ല, ഇതിൽ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞാൽ, പാലിരുന്നാൽ ഏറിയാൽ രാവിലെ ഇരുന്ന വൈകുന്നേരം ആകുമ്പോഴത്തേന് തീരും. തൈരാണെങ്കിലും 1-1.5 ദിവസം ഇരുന്നാൽ അതും ചീഞ്ഞു പോകും. വെണ്ണയാണെങ്കിലും ചീഞ്ഞു പോകും. അതെ, നമ്മൾ ആ നെയ്യ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന നെയ്യിനോട് ചേർന്ന് നിന്നിരുന്നതെല്ലാം ഒഴിഞ്ഞൊഴിഞ്ഞു പോകുമ്പോൾ അതൊക്കെ നശിച്ചു പോകും. അപ്പോഴും നെയ്യിന് നാശമുണ്ടോ? സൂക്ഷിക്കുന്നിടത്തോളം കാലം അത് ഇരിക്കില്ലേ?
എത്ര കാലം വേണമെങ്കിലും ദഹിക്കില്ലേ? അപ്പൊ അത് അനശ്വരമായി മാറുന്നു. അതുപോലെ ഈ ശരീരം എന്ന് പറയുന്ന ഈ ഭൗതിക ഭാവത്തെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ആന്തരികമായി ജ്വലിച്ചു നിൽക്കുന്ന ആ ഈശ്വരഭാവത്തെ നമുക്ക് ദർശിക്കാൻ സാധിക്കുമെന്നറിയണം, അത് പറയണം. അതിനാണ് ഹരിനാമകർത്തത്തിൽ പറഞ്ഞത്, ഛന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞ് ഉലകിൽ മിന്നുന്ന നിന്മഹിമ ആർക്കും തിരിക്കരുത്. ചാമ്പൽ കൊണ്ട് തീക്കനൽ മൂടപ്പെട്ടിരിക്കുന്നു. ആ തീക്കനൽ അന്നേരം കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. എന്ന് കരുതി തീക്കനൽ ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് ആ ചാമ്പൽ കയറി പിടിച്ചാലോ? കൈ കൊണ്ടുന്നുള്ള ഒരു തത്വം വേണ്ട. പക്ഷേ തീക്കനലിനെ കാണണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അതൊക്കെ ആ ചാമ്പല് ഒന്ന് മാറ്റി നോക്കിയാൽ ജ്വലിച്ചു നിൽക്കുന്ന തീക്കനലിനെ കാണാം. അതുപോലെ അജ്ഞാനമാകുന്ന ഈ ഭൗതിക ഭോഗ വസ്തുക്കളൊന്ന് മാറ്റി നോക്കിയാൽ നമുക്ക് ആരെ കാണാം? നശ്വരമല്ലാത്ത അനശ്വരമായിരിക്കുന്ന ആ ഭാവത്തെ കാണാം. അതുകൊണ്ടാണ് ചട്ടമ്പി സ്വാമികൾ അഞ്ചാമതൊരു മഹാവാക്യം നമുക്ക് തന്നു, ആത്മാ അനശ്വര. ആത്മാ അനശ്വര എന്ന മഹാവാക്യം തന്നു. ഓർക്കുക, തൂണിലും തുരുമ്പിലും മണ്ണിലും പിന്നിലും എല്ലായിടത്തും ഈശ്വരനുണ്ട്. പക്ഷേ അതിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് അതിന് ചില ക്രിയകളും കർമ്മങ്ങളും അതിന് ചില പദ്ധതികളും ആവിഷ്കരിച്ചേ മതിയാകൂ. അതിന് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും, ചില ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ത്യാഗം അനുഭവിക്കുമ്പോൾ സർവം ഉപേക്ഷിച്ച് തപസ്സിനെന്ന് പറഞ്ഞു പോകുന്ന ആളുകളല്ലേ? അവർക്ക് എന്താ വേണ്ടത്? ഈ ഭൗതിക ലോകത്തിന് വല്ലതും വേണോ? ഉടുവസ്ത്രം പോലും വേണ്ടെന്നാ പറയുക. ദിഗംബരന്മാരോളം നമുക്കുണ്ട്. അതിനെയൊന്നും പരിഹസിച്ചത് കാര്യമില്ല. കാരണം ഓരോ മനുഷ്യന്റെയും മനസ്സിലേക്ക് ഭഗവത് സാന്നിധ്യം കടന്നു വരുന്ന അവസ്ഥയും സാഹചര്യവും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ കൃത്യമായി തന്നെ പറയുകയാണ്, ഈ ശ്രീനാരായണനെ അറിയുവാൻ അല്ലയോ കൂട്ടുകാരെ നിങ്ങൾ തയ്യാറാകണം. അല്ലാതെ ഇന്ന് ഹിരണ്യായ നമഃ എന്ന് പഠിപ്പിക്കരുത്. ഹിരണ്യം പറഞ്ഞ സ്വർണ്ണമെന്നല്ലേ, ധനമെന്നല്ലേ? അപ്പൊ ധനമാണ് വലുതെന്ന് പഠിപ്പിക്കുന്ന അവസ്ഥയല്ല വേണ്ടത്. മറിച്ച് യഥാർത്ഥ ധനം എന്തെന്ന് ചോദിച്ചാൽ ശക്തമായ ആത്മവിശ്വാസമാണ്, ആത്മാവാണ്, ധർമ്മബോധമാണ്. ആ ധർമ്മബോധത്തിൽ കൂടി കടന്നു പോകുവാനുള്ള ഒരവസ്ഥാവിശേഷം നമുക്കുണ്ടാകണം എന്ന് ചിന്തിക്കുകയാണ് നമുക്കുണ്ടാവേണ്ടത്. കേവലം ഞാൻ പ്രഹ്ലാദോപദേശം ഒരല്പം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതുകൊണ്ട് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ധാരാളം ഉണ്ട്. നോക്കൂ, അപ്പൊ ഈ ചരിത്രം നിങ്ങൾ നിരന്തരം വീട്ടിൽ നിന്ന് ചർച്ച ചെയ്ത് നമ്മുടെ കുട്ടികളെ കേൾപ്പിച്ചാൽ അവരിൽ ഒരു പ്രഹ്ലാദിനെ സൃഷ്ടിക്കാൻ സാധിക്കില്ലേ? നമുക്ക് സാധിക്കില്ലേ? ധ്രുവന്റെ കഥ പറഞ്ഞു കൊടുത്താൽ നമുക്കൊരു ധ്രുവനെ സൃഷ്ടിക്കാൻ സാധിക്കില്ലേ? നമ്മുടെ മക്കൾ ധ്രുവനെ പോലെയാകട്ടെ. അമ്പരാന്തരെ ഇന്നും വൈകുണ്ഠ ലോകത്തിന് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ ധ്രുവമണ്ഡലത്തെ പറ്റി ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? ധ്രുവ നക്ഷത്രം ഉണ്ടെന്ന് ശാസ്ത്രം വരെ ഇന്ന് സമ്മതിച്ചു കഴിഞ്ഞില്ലേ? ആ ധ്രുവന്റെ ചരിത്രം ഭാഗവതത്തിൽ പറയുന്നുണ്ട് മകനെ എന്ന് ഒന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പഠിപ്പിക്കാനാണ് കുട്ടികളെ വിടുക? അവർ പഠിക്കുന്ന പല പാഠങ്ങളും ഇവിടെ ശാസ്ത്രീയമായി ഉപയോഗിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് ഭാഗവതത്തിലും നമ്മുടെ മറ്റ് വേദോപനിഷത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഒരു തർക്കവും വേണ്ട. ഞാൻ ഇന്നലെ കുട്ടികളോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് അവർ അധ്യാപകരോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ചോദ്യമില്ലായിരുന്നു, ഉത്തരം നിങ്ങൾക്കുണ്ടെങ്കിലും പറയാം. ജലത്തിന് ആധാരം അഗ്നിയാണ് എന്ന് പുരാണം പറയുന്നു. ശരിയാണോ എന്നാണ് ചോദിച്ചത്. അവർ പ്രതികരിച്ചിട്ടില്ല. ജലത്തിന് ആധാരം അഗ്നിയാണ് എന്ന് പുരാണം പറഞ്ഞാൽ അത് ശരിയാണോ? അല്ലെങ്കിൽ അഗ്നിയിൽ നിന്നാണ് ജലം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? നമ്മൾ കണ്ടത് ഒന്ന് മാത്രമാണ്. തീ പിടിച്ചാൽ വെള്ളം ഒഴിച്ച് അടയ്ക്കാനേ നമുക്കറിയുള്ളൂ. പക്ഷെ ആ വെള്ളം ഉണ്ടായത് പോലും അഗ്നിയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. വൈകിട്ട് അതിനെപ്പറ്റി വിശദീകരിക്കുന്നതായിരിക്കും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ സമയം സമാഗതമായതുകൊണ്ട് ഓർക്കുക, പ്രഹ്ലാദനെ സ്മരിക്കുക. പ്രഹ്ലാദനെ രക്ഷിക്കാൻ വന്ന നരസിംഹ ഭാവത്തെ നമുക്ക് സ്മരിച്ചുകൊണ്ട് തൽക്കാലം സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ.